നരകത്തെ സംബന്ധിച്ച് വിവരിച്ചത് കാണാൻ കഴിയും. ജിമാലത്തുൻ സുഫുർ, ജിമാലത്ത് എന്ന് പറഞ്ഞാൽ വണ്ണമുള്ള കയറിനാണ്. വലിയ വലിയ കപ്പലുകൾ പിടിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ കയറിനാണ് അങ്ങനെ പറയാം. അങ്ങനത്തെ മഞ്ഞ തീപ്പൊരികൾ, എങ്ങനെ വലിയ വലിയ തടി കണക്കിൽ കിടക്കുന്ന തീപ്പൊരികളാണ്. നരകത്തിന്റെ ചില ജംറത്ത്, തീക്കനലിന്റെ വലുപ്പം ദുന്യ, ഈ പ്രപഞ്ചത്തെക്കാളും വലുതാണ് അതിന്റെ തീക്കനൽ. സുബ്ഹാനല്ലാഹ്. അതിന്റെ തീപ്പൊരിയാണെങ്കിലോ ജിമാലത്തുൻ സുഫർ, വലിയ തടികളോളം വലുതായ തീപ്പൊരികളും. അള്ളാഹു അതുകൊണ്ടാണ് നരകത്തെ ജഹീം എന്ന് വിളിച്ചത്. നരകത്തിന്റെ 6ാമത്തെ പേര് സഈർ എന്നാണ്. സഈർ, കത്തിക്കൊണ്ടിരിക്കുന്നത്, എവർ ബേണിംഗ്, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1000 വർഷം അള്ളാഹു നരകത്തെ കത്തിച്ചു. അങ്ങനെ നരകത്തിന് ചുവപ്പ് നിറം വന്നു. പിന്നെയും 1000 വർഷം അള്ളാഹു അതിനെ കത്തിച്ചു, നരകത്തിന് വെളുത്ത നിറം വന്നു. വീണ്ടും 1000 വർഷം അള്ളാഹു അതിനെ കത്തിക്കുകയാണുണ്ടായത്. ഹത്ത സ്വദ്ദത്, നരകത്തിന് കറുപ്പ് നിറം വന്നു. ഫഇന്നഹാ സൗദാഉ മുദ്ലിമ, നരകം ഇപ്പോൾ കറുത്തതും ഇരുട്ടുള്ളതുമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത്തെ ഒരു പേരുണ്ട് നരകത്തിന്, അൽ ഹാവിയ. ഹാവിയ എന്ന് പറഞ്ഞാൽ വീണുപോയാൽ ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത സ്ഥലം എന്നാണ്. അൽ ഹാവിയ, മൻ വഖഅ ഫീഹി ലൻ യഖ്റുജ് മിൻഹു അബദ, വീണൂല പിന്നെ പുറത്തു വരൂല. വഫീഹി ബിഅറുൽ ഹുബാബ്, ഹുബാബ് എന്ന് പറയുന്ന ഒരു കിണർ ആ നരകത്തിലാണ് കിടക്കുന്നത്. ഇങ്ങനെ 7 ലെവലുകളായി, 7 തട്ടുകളായി, 7 കവാടങ്ങളിൽ കിടക്കുന്ന നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസത്തിന് പകരം അല്ലാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എത്ര ഗൗരവമാണ് കുഫർ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതോ, ഇസ്ലാം സ്വീകരിക്കാതെ ജീവിക്കുന്നതോ, അറിഞ്ഞും സത്യത്തെ നിഷേധിക്കുന്നതൊക്കെ അത്രയും ഗൗരവമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നരകവാസികൾക്ക് കുപ്പായമുണ്ട്, വസ്ത്രങ്ങൾ അവിടെ നൽകപ്പെടുന്നുണ്ട്. ജയിൽ പുള്ളികൾക്ക് വസ്ത്രം കൊടുക്കൂലേ? നരകത്തിൽ വസ്ത്രമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത് കാണാം. ഖാല തആല فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم. فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يسخر به ما في بطونهم والجلود വലഹും മഖാമിഉ മിൻ ഹദീദ്. നരകത്തിന്റെ ചങ്ങലകളും നരകത്തിന്റെ കൊളത്തുകളുമുണ്ട് അവിടെ. ഫല്ലദീന കഫറു, അല്ലാഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, തീയിനാലുള്ള വസ്ത്രം അല്ലാഹു അവർക്ക് മുറിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ഓരോരുത്തർക്കും ഫിറ്റാകുന്ന വസ്ത്രം അവർക്ക് അവിടെ മുറിച്ചു കൊടുക്കുകയാണ്. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, തീയിന്റെ കുപ്പായമാണ്. അതുമാത്രമോ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, ഏറ്റവും ചൂടുള്ള ഹമീം എന്ന വെള്ളം തലയുടെ മീതെ അല്ലാഹു ഒഴിച്ചു കൊടുക്കും. യുസ്ഹറു മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ വെള്ളം ദേഹത്തേക്ക് ഒലിക്കുന്നതോടുകൂടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മുഴുവനും പുറത്തു വരികയായി, തൊലികൾ കരിഞ്ഞു പോവുകയായി. വലഹും മഖാമിഉ മിൻ ഹദീദ്, നരകത്തിന്റെ കുളത്തുകളും അവർക്ക് നൽകപ്പെടുന്നുണ്ട്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. നരകത്തിലെ ഭക്ഷണവും പാനീയവും അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു ദുഖാനിൽ. ഇന്ന ശജറത്തസ്സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. ഇന്ന ശജറത്തസ്സഖൂം, സഖൂം എന്ന വൃക്ഷം, അതിന്റെ അത്ഭുതം തീയിൽ ഉണ്ടാകുന്ന വൃക്ഷമാണ്. സഖൂം തീയിലാണ് ഉണ്ടാകുന്നത്, ഇതിന് വെള്ളം വേണ്ട, തീയിലുണ്ടാകുന്ന വൃക്ഷമാണ്. ഇന്ന ശജറത്തസ്സഖൂം, സഖൂം എന്ന വൃക്ഷം തുആമുൽ അസീം, തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുടെ ഭക്ഷണമാണ്. ഭയാനകമായ മുൾച്ചെടികളുമുള്ള വിഷലിപ്തമായ ഒരു വൃക്ഷമാണത്. അത് നൽകപ്പെടുന്നത് അൽ അസീം, ഒരുപാട് തെറ്റ് ചെയ്ത് നടക്കുന്നവർക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തുആമുൽ അസീം,
അസീം എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, ഇസ്മ്, എപ്പോഴും തെറ്റല്ലാതെ ഒരു നന്മ ചെയ്യാൻ അവനെ കിട്ടൂല. അങ്ങനത്തെ മനുഷ്യൻ, അങ്ങനത്തെ ആണും പെണ്ണും. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, അത് വയറിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്ന ഭക്ഷണമാണ്. കഴിച്ചാൽ തിളച്ചു മറിയും, പക്ഷെ കഴിപ്പിക്കും അല്ലാഹു. അതാണ് അത്ഭുതം. ഇങ്ങനെ ചൂടാണ്, ആ ചൂട് മനുഷ്യൻ വേദനിക്കുമെന്നാണ്. എന്നവനെ മരിച്ചു പോവോ? ഒറ്റടിക്കങ്ങില്ല, ഇല്ല. ലാ യമൂതൂന ഫീഹാ വലാ യഹ്യൗൻ, അവിടെ മരണവും ജീവിതമെന്ന് പറയാനില്ല. അവർ വല്ലാത്തൊരവസ്ഥയിലാണ്. മരിക്കൂല, എന്നാൽ അവർക്ക് ഒന്നും അറിയില്ലാതെ അനുഭവിക്കാതെ പോകാമായിരുന്നല്ലോ എന്നവരെ വിചാരിക്കും. പക്ഷേ അവർക്കവിടെ മരണമില്ല എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞിട്ടുണ്ട്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ لا يذوقون فيها بردا ولا شرابا, നരകവാസികൾക്ക് തണുത്തതോ കുടിക്കാൻ പറ്റുന്നതോ ആയ ഒന്നും അല്ലാഹു നൽകുകയില്ല, അവർക്ക് രുചിക്കാൻ കഴിയില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, ഹമീം ഒഴികെ ഏറ്റവും തിളച്ചുമറിയുന്ന വെള്ളത്തിനും ഹമീം എന്ന് പറയും. ഹമീമിന് ഉറ്റ കൂട്ടുകാരൻ എന്ന അർത്ഥത്തിലും ഹമീം എന്ന് പറയും. ചിലർക്ക് അങ്ങനെ പേരിട്ടുണ്ടാവും, ഹമീം, നല്ല ബോസം ഫ്രണ്ട് എന്നത് ആ വാക്കിന് അർത്ഥമുണ്ട്. പക്ഷെ നരകത്തിൽ തിളച്ചുമറിയുന്ന വെള്ളത്തിനാണ് ഖുർആൻ ഹമീം എന്നിവിടെ സൂചിപ്പിക്കുന്നത്. വഗസ്സാഖ, തൊണ്ടയിൽ കെട്ടുന്ന വെള്ളവുമല്ലാതെ അല്ലാഹു നൽകില്ല. ജസാഅൻ വിഫാഖ, സൂറത്തുൽ നബഇൽ ജസാഅൻ വിഫാഖ, അവർക്ക് യോജിച്ചത് ഇത് തന്നെയാണല്ലോ എന്ന് അല്ലാഹു പറയാണ്. കുടിക്കാൻ കൊടുക്കുന്നത് തിളച്ചുമറിയുന്ന വെള്ളം, കഴിക്കാൻ കൊടുക്കുന്നത് സഖൂം എന്ന വൃക്ഷമാണ്. تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. തിളച്ചുമറിയുന്ന ഐനിൻ ആനിയ, തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين, നരകത്തിലെ മറ്റൊരു മുൾച്ചെടിയെ അല്ലാഹു വിളിക്കുന്നത് ഗസ്ലീൻ എന്ന്. അങ്ങനെയാണ് അവിടുത്തെ വൃക്ഷവും അവിടുത്തെ കുടിക്കാനും കഴിക്കാനും അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നരകത്തിൽ ഒരുപാട് ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് കടക്കാൻ പോകുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വാക്ക് കൊടുത്തു, നബിയെ അങ്ങനെ ഉണ്ട്. ഇന്ന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഅദുമു ഫിന്നാരി ഹത്താ യകൂന അഹദു സവായാഹാ. സ്വഹീഹിൽ വന്ന ഹദീസാണ്. നരകത്തിന്റെ ഒരു മൂല നിറയാൻ മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ചില ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. നബി തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ആളുകൾ, നബിയെ സ്വീകരിച്ച ഉമ്മത്തുൽ ഇജാബ, ഉമ്മത്തുൽ ദഅവ, ഈ രണ്ട് വിഭാഗമാണ് നബിക്ക് ശേഷമുള്ളത്. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഉമ്മത്തുൽ ഇജാബയിൽ പെടണം. നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം കൊടുത്ത ആളുകളാണ് അങ്ങനത്തെ ഉമ്മത്തികൾ. നബിയുടെ ഉമ്മത്തികൾ എന്ന് പറയുന്ന നബിയുടെ കാലശേഷം വന്നവരിൽ ഉമ്മത്തു ദഅവ, പ്രബോധനം ആരുമായി ബന്ധിച്ചിരിക്കുന്നുവോ മുസ്ലിം അല്ലാത്ത ആളുകൾ, അവർ ഉമ്മത്തു ദഅവയാണ്. മുസ്ലിമായ ആളുകൾ ഉമ്മത്തുൽ ഇജാബയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മത്തുൽ ഇജാബയിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചവരിൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. പക്ഷേ കാലാകാലം കടക്കുക എന്ന ശിക്ഷ അവർക്ക് വരില്ല, എന്നെങ്കിലുമായി അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയാണ് പറഞ്ഞത്? മൻ യഅ്ലുമു ഫിന്നാർ, നരകത്തിൽ ഒരുപാടുണ്ട്. ഹത്താ യകൂന അഹദ സവായാഹ, നരകത്തിന്റെ മൂലയിൽ ഒരു മൂല മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽ വന്ന ആളുകളാണ്. അങ്ങനെ വലിയൊരു വിഭാഗം നരകത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില ഹദീസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ പ്രതീക്ഷ തോന്നും. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നരകത്ത് കടക്കൂല, ഒരിക്കലും പോവില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ മാപ്പും അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകമാണ്. അതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മൾ പേടിക്കേണ്ടതും അതാണ്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ നരകം അർഹിച്ചു എന്നാണ്. അള്ളാഹു വിട്ടുപുറത്ത് ഒഴിവാക്കി തന്നാൽ അല്ലാതെ അത് ഒഴിവായി പോവില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു صلوا على النبي محمد وآله. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്വനു അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമഹ മൻ യകൂനു തഹ്ത ഖദമൈഹി ജംറതാനി യഗ്ലാ മിൻഹുമാ ദിമാഹു. അഹ്വനു അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ നൽകപ്പെടുന്ന ഒരാൾ ഒരാളാണ്. യകൂനു തഹ്ത ഖദമൈഹി, വേറെ ഹദീസിൽ തഹ്ത അഖ്മുസി ഖദമൈഹി എന്നുണ്ട്. കാലിന്റെ താഴെ എന്താ സംഭവിക്കുന്നത്? ജംറതാനി, 2 തീക്കട്ടകൾ അള്ളാഹു വെച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. നരകത്തിന്റെ തീയല്ല, നരകത്തിലെ 2 തീക്കട്ടകൾ അള്ളാഹു, തീക്കനലുകൾ കാലിന്റെ അടിയിൽ വെച്ചു കൊടുക്കും. യഗ്ലാ മിൻഹുമാ ദിമാഉഹു, ആ കാലിന്റെ താഴെ കിടക്കുന്ന നരകത്തിന്റെ കനലിന്റെ ചൂടുകൊണ്ട് തലക്കുള്ളിലെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ വിചാരിക്കും, എന്നെപ്പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളുമില്ലല്ലോ. സംഗതിയിലോ വഹുവ അഹ്ലുന്നാരി അഹ്വനു അഹ്ലിന്നാരി അദാബൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പക്ഷെ അയാൾക്ക് തോന്നുന്നത്, എന്നെപ്പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളില്ലല്ലോ റബ്ബേ, എന്നെക്കാട് ആർക്കാണ് ഇതിലേറെ ശിക്ഷ ഉണ്ടാവുക? ഞാനാണല്ലോ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. സത്യത്തിൽ അയാൾ ഏറ്റവും ചെറിയ ശിക്ഷ അങ്ങനെയാണ്. കാലിന്റെ അടിയിലെ 2 കനലങ്ങ് വെച്ചാൽ തലച്ചോറ് അവിടെ തിളച്ചുമറിയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് ഇബാദുർ റഹ്മാന്റെ അടയാളമാണ്. വല്ലദീന യഖൂലൂന, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, നരകത്തിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ ആ അടയാളങ്ങളിൽ 2 പ്രാർത്ഥനകൾ പറഞ്ഞു. ഒന്ന് നമുക്കറിയാം, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതിന്റെ മുമ്പ് പറഞ്ഞ പ്രാർത്ഥനയാണിത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, റബ്ബേ നിന്റെ നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് തൊടാതെ നീ കാക്കണം തമ്പുരാനെ. ഇന്ന അദാബഹാ കാന ഗറാമ, ആ നരക ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അത് ഞങ്ങളെ പിടിച്ചു വലിച്ചു മുറുക്കുമല്ല പടച്ചവനെ. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, അല്ലാഹുവേ ഒരിക്കലും താമസിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിടമാണ് റബ്ബേ നരകം. ഞങ്ങളിൽ നിന്നും നരകത്തെ നീ തട്ടിമാറ്റണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദുആവും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സൂറത്തുൽ ഫുർഖാനിലെ ഏകദേശം ഒരു 64 ഒരു ഏകദേശം ആയത്തായിരിക്കും. വല്ലദീന യഖൂലൂന 66 ആയത്ത്, 66 സൂറത്തുൽ ഫുർഖാൻ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. 65, 66 സൂറത്തുൽ ഫുർഖാൻ. ഈ 2 ആയത്തുകളിൽ വന്ന ആ ദുആ പഠിച്ചു വെക്കുക. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പിന്നെ അടുത്ത റബ്ബന ഹബ് ലനാ എന്ന് പറഞ്ഞ ദുആ പറഞ്ഞത് സൂറത്ത് അവസാനിക്കുന്നതിന്റെ 2-3 ആയത്തുകൾക്കും 74-ാമത്തെ ആയത്താണ് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ. ഈ 2 ദുആയും സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒന്ന് നരകത്തിൽ നിന്ന് കാക്കണേ, മറ്റൊന്ന് മക്കളിലും ഞങ്ങളുടെ ഇണകളിലും. പെണ്ണിനെ സംബന്ധിച്ചോളം ഭർത്താവിൽ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ, മക്കളിൽ കൺകുളിർമയെ തരയണമേ. ഇത് 2 പ്രാർത്ഥന, ഈ 2 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളിൽ കാരുണ്യവാൻ, ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട അടിമകളുടെ
ചില ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് ആരൊക്കെ കാവൽ ചോദിക്കുന്നുവോ അവർക്ക് നരകത്തിൽ നിന്ന് കാവലുണ്ട്. സ്വർഗം വേണമെന്ന് ആരൊക്കെ ചോദിക്കുന്നുവോ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും. നമ്മൾ ചോദിക്കുക, അള്ളാഹു തആല തരട്ടെ, അള്ളാഹു തെരുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല പറയായിരുന്നു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് എന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു നല്ലത് എല്ലാ നന്മയും ചെയ്ത് അള്ളാഹു എന്നെ നരകത്തിലിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും മെച്ചം. എന്തേ? ഒന്നുമല്ല, തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്തുമ്പോ ആ തെറ്റ് ചെയ്തതിന്റെ ഒരു മാനക്കേടില്ലേ, അള്ളാഹുവിനെ കാണണ്ടേ, ഞാൻ അവനെ എതിര് ചെയ്തില്ലേ, എങ്ങനെയാ ഞാൻ റബ്ബിനെ ഫേസ് ചെയ്യുക? ആ ഒരു വിഷമം എനിക്ക് തോന്നും. പിന്നെ ഞാൻ ഒരുപാട് നന്മ ചെയ്തു എന്നിട്ട് അള്ളാഹുവിനെ നരകത്തിലിട്ടു എന്ന് വിചാരിക്കാം. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രതീക്ഷയിൽ ജീവിക്കാം. ഇത് അള്ളാഹുവിന്റെ പരമാധികാരമാണ്. പക്ഷെ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, ഞാൻ നിരപരാധിയാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് ആശ്വസിക്കാൻ കഴിയും. എനിക്കതാണ് ഇഷ്ടം. തിന്മ ചെയ്യുന്ന എനിക്ക് അത്രക്ക് പേടിയാണ്. എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുക? അല്ലെ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ഹജ്ജിന് പോയിട്ട് അറഫയിലെ ആ കുന്നിലെ കല്ലുകളിൽ ചാരി നിന്നിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറയാൻ, വാ ഹസറത വലൗ ഗഫർതലി, വാ ഹസറത വലൗ ഗഫർതലി, വാ ഹസറത വലൗ ഗഫർതലി. പടച്ചവനെ, നീ എനിക്ക് പുറത്തു തന്നാൽ തന്നെയും എന്തൊരു മാനക്കേട് റബ്ബേ, എന്തൊരു സങ്കടം പടച്ചവനെ, നീ ഈ ദിവസം അറഫയുടെ രാവിൽ അറഫയുടെ പകലിൽ നീ പുറത്തു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വാ ഹസറത, നീ പുറത്തു തന്നാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ, ഞാൻ നിനക്കെതിരെ ചെയ്തല്ലോ, നീ മാപ്പ് ചെയ്തെന്ന് ശരിയാണ്, പക്ഷേ എന്നാലും ഒരു മാനക്കേട് അവിടെ ബാക്കിയുണ്ടല്ലോ പടച്ചവനെ, അല്ലാഹുവേ എന്നൊക്കെ പറയുമായിരുന്നു അള്ളാഹുവിന്റെ വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇതേ മഹാനാ പറഞ്ഞത്, യാ റബ്ബേ, എന്നെ കൊണ്ട് ഈ ഹജ്ജിന് വന്ന ആൾക്കാർക്ക് നീ പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ പടച്ചോനെ. ഞാനുണ്ട് എന്ന് വിചാരിച്ച്, ഞാൻ കാരണം, ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇവരോടെല്ലാം ഇന്നി ഗഫർതു ലക്കും, നീ ഇവരോട് പറയുകയും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു എന്ന് നീ പറയുമായിരിക്കാം പടച്ചവനെ. ഞാനുണ്ടായിരിക്കെ ഈ ഹജ്ജിന് ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് പടച്ചവനെ എന്നെ കൊണ്ട് ഇവർക്കാർക്കും പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ എന്ന് പറയുമായിരുന്നു അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ മഹത്തുക്കളായവരൊക്കെ. അപ്പോ തെറ്റ് സംഭവിച്ചു പോകുന്നത് വലിയ അപമാനമാണ്. അള്ളാഹുവിനെ എങ്ങനെ ഫേസ് ചെയ്യുക? നമ്മൾ നമ്മുടെ ഒരു മാനേജർ പറഞ്ഞൊരു എതിര് ചെയ്തു, നമ്മളൊരു കാര്യം ചീറ്റ് ചെയ്തു, ഒരു വഞ്ചന ചെയ്തു, അത് പിടിക്കപ്പെട്ടു, മാപ്പ് ചെയ്തെന്നു. എങ്ങനെ ആളെ നമ്മൾ കാണുമ്പോ ഒരു മാനക്കേട് തോന്നൂലേ? നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ആള് പുറത്തു തന്നാൽ തന്നെയും പോയല്ലോ, അപ്പൊ എങ്ങനെ ആയാലും ആ തെറ്റ് സംഭവിച്ചില്ലേ? അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ. സംഭവിച്ചു പോകുന്നത് അള്ളാഹു പുറത്തു തരട്ടെ. അല്ലെ, മനുഷ്യന്മാര് പുറത്തു തരാൻ വലിയ പ്രയാസമാണ്. മനുഷ്യരുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാഞ്ഞു പോകും. അള്ളാഹു അത് ഇല്ലാതാക്കി തരും. പക്ഷേ എന്റെ രക്ഷിതാവും ഉടമസ്ഥനുമായ റബ്ബിന് ഞാൻ എതിര് ചെയ്യുന്നുവല്ലോ, ഞാൻ ചെയ്തുവല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിൽ എപ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ കാണും. അള്ളാഹു അത് പുറത്തു തന്നിട്ടുണ്ടാവും, അള്ളാഹു മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു മാപ്പ് ചെയ്തരുമാറാകട്ടെ. കാരണം ഏത് തെറ്റിനും നരകം ശിക്ഷയായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് തജിബു തൗബ അൻ കുല്ലി സഗീറത്തിൻ വകബീറ. നമ്മുടെ ഉലമാ പറയുന്നത് ഏത് ചെറുദോഷമാണെങ്കിലും വൻദോഷമാണെങ്കിലും ആ തെറ്റിന് തൗബ നിർബന്ധമാണ്. നമ്മൾ സാധാരണ പറയാ എങ്ങനെയാണ്? വൻ പാപങ്ങൾക്കാണ് തൗബ നിർബന്ധമുള്ളൂ എന്ന് പറയാം. വൻ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത്, സിഹർ ചെയ്യുന്നത്, പിന്നെ യുദ്ധക്കളത്ത് നിന്ന് ഇറങ്ങി ഓടുന്നത്, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്, പിന്നെ പലിശ ഇടപാടുകൾ ചെയ്യുന്നത്, ഇതൊക്കെ വൻ പാപങ്ങൾ എണ്ണിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപങ്ങളാണെന്നാണ്. അതിനൊക്കെ തൗബ നിർബന്ധം, നോ ഡൗട്ട്. പക്ഷെ ഉലമാ, നമ്മുടെ തസൗഫിന്റെ ഉലമാ ഇടപെട്ടുകൊണ്ട് പറയാം, അത് മാത്രം പോരല്ലോ, ചെറിയ തെറ്റാണെങ്കിലും തൗബ ചെയ്യണ്ടേ. തെറ്റ് ചെറുതോ വലുതോ എന്നല്ലല്ലോ നോക്കേണ്ടത്, ആർക്കെതിരാണ് നമ്മൾ ഈ ചെയ്തത്, ആരോടാണ് ഇത് ചെയ്തത്, അവിടെയല്ലേ പ്രശ്നം. ആർക്കെതിരെ ചെയ്തു? അള്ളാഹുവിനെതിരല്ലേ ഈ ചെയ്തത്. മിനിമം നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരാളിനെയോ ഒരു പെണ്ണിനെയോ നമ്മൾ നോക്കിക്കഴിഞ്ഞു, റബ്ബേ നീ ഞാൻ ചെയ്യൂല പടച്ചവനെ, തൗബ ചെയ്തു മടങ്ങാം. അച്ചാഇബമിന ദംബി കമല്ലാ ദംബല. തിന്മ സംഭവിച്ചു പോയി തൗബ ചെയ്ത് മടങ്ങുന്നവർ
തിന്മ ചെയ്യാത്തവരെ പോലെ എന്ന വലിയ ഒരു സമാധാന വാക്ക് അള്ളാഹുവിൽ നിന്ന് നമുക്ക് അറിയിച്ചെന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഒരു ആശ്വാസവാക്കില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ തലയുയർത്തി നടക്കുക? എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാപഭാരം കൊണ്ട് നടക്കുക? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹു നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതെയാക്കി തരും. അപ്പോ ഏത് ചെറുതിനും വലുതിനും തൗബ ചെയ്തോളി. അള്ളാഹുവിന്റെ ലാ സഗീറത അലാ ഇസ്റാറിൻ ലാ സഗീറത അലാ ഇസ്റാർ, നിരന്തരമായി ചെയ്യുന്ന ചെറുദോഷം, പിന്നെ ചെറുദോഷം എന്ന് പറഞ്ഞുകൂടാ, അത് വൻദോഷമാണ്, അത് വൻദോഷമാണ്. സുബ്ഹാനല്ലാഹ്. ലാ കബീറത അലാ ഇസ്തിഗ്ഫാരിൻ, നമ്മൾ എത്ര വലിയ വൻപാപമാണെങ്കിലും തൗബ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു ഒഴിവാക്കി തരും. എത്ര ചെറിയ ചെറുദോഷമാണെന്ന് ഇരിക്കട്ടെ, ആ ചെറുദോഷം നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപമായി മാറും. ഇസ്റാർ, നിരന്തരം ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് വലിയ തെറ്റാണ്. ഒരു വലിയ തെറ്റ് സംഭവിച്ചു, ഉടൻ നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി, സങ്കടപ്പെട്ട് മടങ്ങി, എന്നാൽ അത് അള്ളാഹുവിന് മുമ്പിൽ പിന്നെ ചെറുദോഷത്തെക്കാളും ചെറുതാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്. അള്ളാഹു ഗഫാറാൻ, അള്ളാഹു തആല ശദീദുൽ ഇഖാബാൻ, ധാരാളം ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവേ, നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം തമ്പുരാനെ. യുഅ്താ ബിജഹന്നമ യൗമൽ ഖിയാമ, അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരും. യുഅ്താ ബിജഹന്നമ യൗമൽ ഖിയാമ, നരകത്തെ കൊണ്ടുവരും. ലഹാ 70,000 സിമാം, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. 70,000 കുളത്തുകൾ അതിനുണ്ട്. 70,000 കുളത്തുകൾ വെച്ച് ഇതിനെ വലിച്ചു കൊണ്ടുവരും. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജറൂനഹ, ഓരോ കുളത്ത് പിടിക്കാനും 70,000 മലാഖമാർ. അങ്ങനെ ഓരോ കുളത്ത് പിടിക്കാനും 70,000 മലക്കുകൾ. അങ്ങനെ 70,000 കുളത്തുകളോടുകൂടെ നരകത്തെ അന്ന് പരലോകത്തേക്ക് അല്ലാഹു ഹാജരാക്കും. ആ ചിത്രമാണ് ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നത്. ഹാദിഹി ജഹന്നം, ഇതാ നരകം, ആദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആ നരകമിതാ എന്ന് കാണിച്ചു തരുന്ന ആ രംഗം ഒന്ന് ഓർത്തു നോക്കി മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ പറയുമായിരുന്നു, എന്നെ അള്ളാഹു എന്നേക്കും ഒരു ബാത്റൂമിൽ അടച്ചിടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഫിൽ ഹമ്മാം, അള്ളാഹു എന്നെ നരകത്തിന് പകരം ഒരു ബാത്റൂമിലാണ് എന്നും അടച്ചിടുക എന്ന് പറഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റൂല. അങ്ങനത്തെ റബ്ബ് പറയുന്നത് നരകത്തിൽ ഞാൻ നിങ്ങളെ പിടിച്ചു വെക്കുമെന്നാണ്. എങ്ങനെയാണിത് സഹിക്കുക? അതുകൊണ്ട് ഹലുമ്മു, ഒരുങ്ങിക്കോളി, നീ നരകം വേണോ അല്ല അല്ലാഹ് പറഞ്ഞ പോലെ ജീവിച്ച് ആ സ്വർഗം കിട്ടണോ, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് ഉലമാ പറയാറുണ്ട്. അള്ളാഹു നമുക്ക് ആ സ്വർഗം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ സൈന്യം എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ അറിയില്ല. 70,000 മലക്കുകൾ ഓരോ കുളത്തും. അങ്ങനത്തെ 70,000 കുളത്തുകളുമായിട്ടാണ് നരകം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ, ഈ ലോകത്ത് ഏറ്റവും വലിയ സുഖം അനുഭവിച്ച ആളെ നാളെ പരലോകത്ത് കൊണ്ടുവരും. ആ മനുഷ്യനാണെങ്കിലോ നരകം അർഹിക്കപ്പെട്ട ആളാണ്. നരകം അർഹിക്കപ്പെട്ട ഇവിടെ സുഖിച്ച് നടന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസിയായ ഒരാൾ, തെറ്റ് ചെയ്ത് നടന്ന ഒരാൾ. ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗ, നരകത്തിൽ ആ മനുഷ്യനെ ഒന്ന് മുക്കിയെടുക്കാൻ അല്ലാഹു പറയും. ഒന്ന് മുക്കിയെടുക്കും, നരകത്ത് പോണ്ട ആളാണ്, പക്ഷെ ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നിനക്ക് എന്തെങ്കിലും വല്ല സുഖം അനുഭവിച്ചത് ഇപ്പോൾ ഓർമ്മണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല പടച്ചവനെ, എന്റെ എല്ലാ സുഖവും ഞാൻ മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരൊറ്റ നേരം നരകത്തിലൊന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും കഴിഞ്ഞ കാലത്തെ സർവ്വ സുഖങ്ങളും മറന്നുപോയി. വയുഅ്താ ബിഅശദ്ദിന്നാസി ബുഅ്സൻ ഫിദ്ദുനിയ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ഒരാൾ ദുനിയാവിൽ കടുത്ത പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രയാസമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു അസല്ലാഹു അയജഅല ലികുല്ലി കർബിൻ ഫറജൻ മഖറജ, അല്ലാഹുവേ എപ്പോഴും എപ്പോഴും എല്ലാ പ്രയാസങ്ങളുടെയും കുരുക്കുകളിൽ നിന്നൊക്കെ ഞങ്ങൾ എല്ലാവർക്കും നീ മോചനം നൽകണം തമ്പുരാനെ. അല്ലാഹു നമുക്കുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ പ്രയാസം സഹിച്ച ഒരാൾ സ്വർഗത്തിൽ പോവേണ്ട ആളാണ്, പക്ഷെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരാളെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്ന. എന്നിട്ട് റബ്ബ് ചോദിക്കും, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്ത് ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്ത്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചത് ഓർമ്മണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല റബ്ബേ, എന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ മറന്നു. സ്വർഗത്തിന്റെ ഒരു നിമിഷം കഴിഞ്ഞ കാലത്തെ മുഴുവൻ പ്രയാസവും മറച്ചു കളഞ്ഞു.
മറപ്പിച്ചു കളഞ്ഞു. നരകത്തിലെ ഒരൊറ്റ നിമിഷത്തെ മുക്കിയെടുക്കൽ, ജീവിതകാലം അനുഭവിച്ച മുഴുവൻ സുഖവും വ്യഭിചാരവും കള്ളുകുടിയും തോന്നിവാസവും എല്ലാം ആസ്വദിച്ച് എല്ലാം തീർന്നു. ഒരൊറ്റ നിമിഷം നരകത്തിലെ മുക്കിയെടുക്കലോടുകൂടെ ലാ വല്ലാഹി യാ റബ്ബ് മാ മർറ ബി ബുഅ്സുൻ ഖത്ത് വലാ റഅയ്തു ശിദ്ദതൻ ഖത്ത്. ഇങ്ങനെയാണ് നരകത്തിന്റെ അവസ്ഥയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നരകത്തിന്റെ 70ഓളം വരുന്ന ഇരട്ടി ചൂടുകളിൽ ഒരൊറ്റ 70ൽ ഒരംശമാണ് നിങ്ങൾ ഈ കത്തിക്കുന്ന ചൂടൻ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചു. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ. നരകം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചു, യാ റബ്ബി അഖല ബഅദി ബഅദാ. അല്ലാഹുവേ, എന്റെ ശരീരം ചില ഭാഗം ചിലതിനെ തിന്നു കഴിഞ്ഞു റബ്ബേ എന്ന്. യാ റബ്ബി അഖല ബഅദി ബഅദാ. നരകം പരാതി പറഞ്ഞു, റബ്ബേ സഹിക്കാൻ പറ്റൂല. ഈ വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ താഴ്വരയെ സംബന്ധിച്ച് ഹദീസിൽ കാണാൻ കഴിയും. ജുസ്ഉൻ വാജിൻ ഫീ ജഹന്നം തസ്തഈദു അൻ-നാറു മിൻ ഹർരിഹാ. റബ്ബേ, ഈ വൈൽ എന്ന് പറയുന്ന ചൂട് എന്റെ ശരീരത്തിൽ വേണ്ട പടച്ചവനെ, അത് എനിക്ക് പോലും സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു താഴ്വരയാണ് വൈൽ എന്ന നരകമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം അല്ലാഹുവിനോട് പരാതിപ്പെടുന്നത്, റബ്ബേ എന്റെ ചില ഭാഗത്തെ തിന്നു കഴിഞ്ഞിരിക്കുകയാണ് പടച്ചവനെ. അഖല ബഅദി ബഅദാ ഫജഅല ലഹാ നഫ്സൈനി. അങ്ങനെ അല്ലാഹു തആല മുഴുവൻ തീയാവാതെ നരകത്തിന് 2 ശരീരം കൊടുത്തു. നഫ്സുൻ ഫിശ്ശിതാ വനഫ്സുൻ ഫിസ്സൈഫ് بأشد ما تجدون من البرد من زمهريرها وأشد ما تجدون من الحر من سمومها. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ തണുപ്പിന്റെയും ചൂടിന്റെയും ശിക്ഷ വെച്ചിട്ടുണ്ട്. സംഹരീർ എന്ന് പറയാം, കൊടിയ തണുപ്പ്, അങ്ങേയറ്റത്തെ തണുപ്പ്, അസഹ്യമായ അല്ലാഹുവിന്റെ അദാബ്. അല്ലാഹു ശിക്ഷയാണ് എന്ന് വെച്ചാൽ പിന്നെ ആലോചിക്കേണ്ട, ആ ശിക്ഷ അൺബെയറബിൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ ഒരു നരകത്തിന്റെ ഏറ്റവും തണുപ്പുള്ള ഭാഗവും ഏറ്റവും ചൂടുള്ള ഭാഗവും അതിന്റെ ഒരംശമാണ്. ഏറ്റവും കടുത്ത തണുപ്പിൽ നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന തണുപ്പിന് ആ നരകത്തിന്റെ തണുപ്പുമായി ബന്ധമുണ്ട്. നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന ചൂടുകാലത്തെ കടുത്ത ചൂടിന് നരകത്തിന്റെ ചൂടുമായി ബന്ധമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു അത്ഭുതമുള്ള ഹദീസാണ്. കാരണം ഭൂമിയിലെ ചൂടും തണുപ്പും ഭൂമിയിലെ ടെമ്പറേച്ചറും സൂര്യനുമായി ബന്ധപ്പെട്ട ആ ഒരു അകൽച്ചയിലും അടുപ്പത്തിലും ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉഷ്ണവും ശൈത്യവും എല്ലാം പഠിപ്പിച്ചു തന്ന നബിതങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അനുഭവിക്കുന്ന തണുപ്പിന്, കൊടിയ തണുപ്പിന്, അങ്ങേയറ്റത്തെ ചൂടിന് നരകത്തിന്റെ ചൂടുമായും നരകത്തിന്റെ തണുപ്പുമായും ബന്ധമുണ്ട് എന്ന് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൈബിയായ ഒരു വർത്തമാനമാണ്. അതിന്റെ ഹഖീഖത്ത് എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം എന്നാണ്. കാരണം സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണിത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ 4 നദികൾ, സിദ്റത്തുൽ മുൻതഹായുടെ മരത്തിൽ നിന്ന് പുറത്തു വരുന്ന 4 നദികളുണ്ട്. നഹ്റാനി ഫിൽ ജന്ന വനഹ്റാനി ഫിൽ അർള്. സ്വർഗത്തിലേക്ക് 2 പുഴകൾ ഒഴുകുന്നുണ്ട്, ഭൂമിയിലേക്ക് 2 പുഴകൾ ഒഴുകുന്നുണ്ട്. എവിടെ? സിദ്റത്തുൽ മുൻതഹായിൽ നിന്ന്. മിഅ്റാജിന്റെ ഹദീസിൽ കാണാൻ കഴിയും, സ്വഹീഹായ ഹദീസ്. ഭൂമിയിലേക്ക് ഒഴുകുന്ന 2 പുഴ അന്നീൽ വൽ ഫുറാത്ത്. ഒന്ന് നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയുമാണ്. നൈലും യൂഫ്രട്ടീസും നോക്കിയാൽ അതിന്റെ ഉറവിടം ഭൂമിയിലാണ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക. നൈൽ കിടക്കുന്ന അങ്ങ് ആഫ്രിക്കയിലെ അല്ലെ നൈൽ നദി, അങ്ങനെ വിക്ടോറിയ തടാകത്തിൽ നിന്ന് നൈൽ നദി വരുന്നു. യൂഫ്രട്ടീസ് അങ്ങ് അസർബൈജാനിന്റെ മേലോട്ട് കടന്നുപോയി അങ്ങ് അർമീനിയയുടെ ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന യൂഫ്രട്ടീസ്. ഇതൊക്കെ രണ്ടും ഭൂമിയിലാണ് ഉറവിടം. പക്ഷേ ഈ നദികളുടെ ഉത്ഭവസ്ഥാനം സ്വർഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പരിശുദ്ധ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണമെന്നാണ്. നമുക്ക് ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ അങ്ങനെ വരും. ഇന്ന ശിദ്ദത്തുൽ ഹുമ്മാ മിൻ ഫൈഹി ജഹന്നം. അതിശക്തമായ പനി, നമ്മൾക്ക് അനുഭവിക്കുന്ന ശക്തമായ ചൂടുള്ള പനി നരകത്തിന്റെ ചൂടിന്റെ അംശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ ബോഡി ടെമ്പറേച്ചർ അല്ലേ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൂടല്ലേ, അതെങ്ങനെ അതിന്റെ നരകവുമായി ബന്ധമുണ്ട്. എങ്ങനെ നമുക്കറിയില്ല. ചില വിഷയങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് യുക്തി നമുക്ക് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ പറ്റില്ല. നബി തങ്ങൾ എങ്ങനെ പറഞ്ഞു? ആമന്ന വസല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു നബിയെ, ഞങ്ങളത് സ്വീകരിച്ചു അല്ലാഹ്. ഇതേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോ അതിശക്തമായ ചൂടും അതിശക്തമായ തണുപ്പും നരകത്തിന്റെ 2 നഫസുകളാണെന്നും 2 ശ്വാസം വിടുന്ന രീതിയിലുള്ള നരകത്തിന്റെ ചൂടിന്റെയും തണുപ്പിന്റെയും പ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത്
എന്ന അർത്ഥത്തിലും ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലും ആ നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ അമ്മ അഹ്ലുൻ നാരി ഹും അഹ്ലുഹാ ഫഇന്നഹും ലാ യമൂതൂന ഫീഹാ വലാ യഹ്യഊൻ. നരകത്തിലേക്ക് പോകുന്നവർ മരിക്കുന്നില്ല, അവിടെ ജീവിക്കുന്നില്ല. വലാകിന്ന നാസൻ അസാബതുഹുമുൻ നാറു ബിദുനൂബിഹിം ഔ ഖാല ബിഖതായാഹും. നരകത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകളിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ലാഹു ഒരൽപ്പം മരണം കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അവിശ്വാസികൾക്ക് മരണമല്ല, പക്ഷെ മുഅ്മിനീങ്ങളിൽ നരകത്തിൽ കടക്കേണ്ട ആളുകൾ അവരല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തോതിലുള്ള മരണം അല്ലാഹു നൽകി ഒരാശ്വാസം കൊടുക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അമ്മ അഹ്ലുൻ നാർ അല്ലദീന ഹും അഹ്ലുഹാ. നരകത്തിലേക്ക് കടക്കുന്നവർ ഒരിക്കലും മരിക്കൂല, അവിടെ ജീവിതമില്ല, മരണമില്ല എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ജീവിതമാണ്. വലാകിന്ന നാസൻ അസാബതുഹുമുൻ നാറു ബിദുനൂബിഹിം. പക്ഷേ തിന്മ ചെയ്തതിന്റെ ഫലമായി നരകത്തിൽ കടക്കുന്ന ആളുകൾ ഔ ഖാല ബിഖതായാഹും. നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഖതായാഹും, ദുനൂബിന് പകരം ഖതായ, രണ്ടിന്റെയും അർത്ഥം തെറ്റുകളെന്ന. തെറ്റ് കാരണം നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ഫഅമാതഹുമുല്ലാഹു ഇമാതതൻ. അല്ലാഹു അവരെ ഒരൽപ്പ നേരത്തേക്ക് മരിപ്പിക്കും. ഹത്താ ഇദാ കാനൂ ഫഹ്മൻ, അവരെ കരി പോലെ ആയിക്കഴിഞ്ഞാൽ ഉദിനലഹും ഫി ശഫാഅ, അവർക്ക് ശുപാർശ ചെയ്യാൻ മറ്റാളുകൾക്ക് അല്ലാഹു അവസരം നൽകും. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ആർക്കും അവിടെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അല്ലാഹു സമ്മതം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മുഅ്മിനീങ്ങൾ പറയും ഇദാ ദഖലുൽ ജന്ന, അവർ പറയും റബ്ബേ മാ ലനാ ലാ നറാ ഇഖ്വാനനാ. റബ്ബേ ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവരെന്നും ഇവിടെ കാണുന്നില്ലല്ലോ, പടച്ചോനെ അവരെവിടെ പോയി, സ്വർഗ്ഗത്തിലില്ലല്ലോ എന്നവിടെ പറയുന്ന അബൂദാബിയിലെ നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്ന് ഇവിടെ അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മളൊക്കെയും സ്വർഗത്തിലേക്ക് എത്തണം എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബ് എത്തിക്കുമാറാകട്ടെ. എങ്ങാനും എത്തിയിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ ഓലെ പറ്റിയൊക്കെ ഓർമ്മ വേണം. അതൊക്കെ ഓർക്കാൻ പറ്റുന്നതാണ് ഓർമ്മ. അതിനാണ് നമ്മൾ അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് അതേ പറഞ്ഞത്. എല്ലാവരും ഒരു പരിചയം. റബ്ബേ അവിടെ എന്റെ പരിസരത്തുണ്ടായിരുന്ന കൂടെ വരാറുണ്ടായിരുന്നവർ, കൂടെ ബസ്സിലോ കൂടെ വാഹനത്തിലോ അടുത്ത സീറ്റിലോ അവരൊന്നും കാണില്ലല്ലോ എന്നെങ്ങാനും ഒരു ഓർമ്മ വരുന്ന നേരത്തെ ശഫാഅത്തിന്റെ അനുമതി കിട്ടുന്ന അല്ലാഹു പറയും ഫിന്നാർ, നരകത്തിൽ പോയി കിടക്കാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് അവരിങ്ങോട്ട് വേണമെന്ന് മുഅ്മിനീങ്ങൾ പറയും. അല്ലാഹു പറയും ഖുദൂ, പോയി എടുത്തോളി എന്ന് പറയും. നരകത്തിലേക്ക് സ്വർഗത്തിൽ ചെന്ന ഈ കൂട്ടുകാരൻ നരകത്തിൽ കടന്നു ചെന്ന് യഅരിഫൂനഹും, അവരെ നോക്കിയാൽ മനസ്സിലാവും, ചെന്ന് കൈപിടിച്ചു കൊണ്ടുവരും. അവർക്ക് തീയേൽക്കുകയില്ല. അവരെ മാഉൽ ഹയാ അല്ലെങ്കിൽ നഹറുൽ ഹയാ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ അവരെ കുളിപ്പിച്ചെടുത്താൽ സുമുഖന്മാരായവർ മാറും. അവരുടെ കൈപിടിച്ച് കൂട്ടുകാരെ സ്വർഗത്തിലേക്ക് എത്തിച്ച് ശഫാഅത്ത് ചെയ്ത് എത്തിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മ വരണം മുഅ്മിനീങ്ങളെ, ഓർമ്മ വരണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർമ്മ വരണം കേട്ടോ. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. പരലോകത്തെത്തുമ്പോഴേ ആരൊക്കെ ഏത് സൗഹൃദ ബന്ധമാണ് ഉപകാരപ്പെടുക എന്ന് അറിയില്ലല്ലോ. ചില കൂട്ടുകാർക്ക് ഷഫാഅത്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ ഒരു ഷഫാഅത്ത് കിട്ടാനെങ്കിലും നിങ്ങൾ ഒരുപാട് മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ ഫ്രണ്ട്സായിട്ട് ചേർക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. അലൈക്കും ബിൽ ഖില്ലാൻ ഫഇന്നഹും ശുഫാഅഉകും യൗമൽ ഖിയാമ. കുറെ സുഹൃത്തുക്കൾ വേണം, നാളെ ഖിയാമത്ത് നാളിൽ ഇവരൊക്കെ ഉപകരിച്ചേക്കും. ആ ഒരു ലക്ഷ്യം കണ്ടിട്ട് എന്ത് ചെയ്യുക, കുറെ കൂട്ടുകാരെ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൂട്ടിക്കോളി. നല്ല നല്ല ഫ്രണ്ട്സുകളെ മുഴുവൻ നിങ്ങൾ ആഡ് ചെയ്തോളി. ഫേസ്ബുക്ക് ചിലർക്കൊക്കെ 5000 10,000 ഒക്കെ ഫ്രണ്ട്സ് കിടക്കണം. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. ആണുങ്ങൾ പെണ്ണുങ്ങളെ ചേർക്കേണ്ട, പെണ്ണുങ്ങൾ ആണുങ്ങളും ചേർക്കേണ്ട. അല്ലാത്ത രീതിയിൽ നല്ല നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സായി കിടക്കട്ടെ. അവരുമായൊക്കെയുള്ള ബന്ധം ഒരുപക്ഷെ നാളെ പരലോകത്ത് ഉപകരിച്ചേക്കും. ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അങ്ങനെ അവർക്ക് ഷഫാഅത്തിന്റെ അനുമതി അല്ലാഹു നൽകിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരുമ്പോൾ കൽക്കരി പോലെ കരിഞ്ഞിട്ടായിരിക്കും. സ്വർഗത്തിന്റെ പുഴകളിൽ അവരെ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, യാ അഹ്ലൽ ജന്ന അഫീദു അലൈഹിം ഫയംബുതൂന നബാതൽ ഹബ്ബ തകൂനു ഫീ ഹമീലിസ് സൈൽ. ആ പുഴയിൽ അങ്ങ് കുളിപ്പിച്ചാൽ സുമുഖന്മാരായിട്ട് അവർ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മൾ പഠിച്ച വിഷയം, മുഅ്മിനീങ്ങൾക്ക് അവിടെ ചെറിയൊരു മരണം, യുമീതുഹുമുല്ലാഹു ഇമാതതൻ,
അവിശ്വാസികൾക്ക് അവിടെ മരണമില്ല. പക്ഷെ മുഅ്മിനീങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികൾക്ക് ചെറിയ മരണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ വേരിയേഷൻ, പല അവസ്ഥയിലാണ് ശിക്ഷയുള്ളത്. മിൻഹും മൻ തഅഖുദുഹു അൻ-നാറു ഇലാ കഅബൈ, കാലിന്റെ ഞെരിയാണി വരെ തീ പിടിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഅഖുദുഹു ഇലാ റുക്ബതൈ, ഈ തീ പിടിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീ പിടിച്ച് മരിച്ചു, റൂമിന് തീ പിടിച്ചു, എന്തൊരവസ്ഥയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് ജീവിതങ്ങളിൽ, നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ലല്ലോ. ഇവിടേക്ക് എ സി ഓൺ ചെയ്തിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും സംഭവിച്ചു, പാതിരാ നേരം 3 മണി 4 മണിക്ക് തീ കത്തുന്നുണ്ട്. ചൂടാകുമ്പോൾ നമ്മൾ വിചാരിക്കും റഹ്മാനായ റബ്ബേ ചൂടുക്കുണ്ടല്ലോ, കത്തുന്നുണ്ടാകും ബിൽഡിംഗ്, എല്ലാവരും താഴ്ത്തറിഞ്ഞ് നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാക്കിയെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും അവസ്ഥ? തീയിന്റെ ഉള്ളിൽപ്പെട്ട് മരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ആലോചിച്ച് നോക്കി. തീ പിടിച്ചുള്ള മരണങ്ങൾ ഷഹീദിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹദീസ്. കാരണം അത് വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ തീ സംഭവിച്ച് മരിക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയായിരിക്കും സംഭവിക്കുക. വൽ മബ്തൂനു ഷഹീദ്, വയറിന് അസുഖം വന്നിട്ടോ കിഡ്നിക്ക് അസുഖം വന്ന് ശരീരത്തിന്റെ ഉള്ളിൽ അസുഖം വന്ന് മരിച്ചാൽ ഷഹീദാൻ. ഒരുപാട് ശുഹദാഇന്റെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഷഹീദ്? വൽ ഗരീഖു ഷഹീദുൻ, അല്ലെ, മുങ്ങി മരിക്കുന്ന ആള് ഷഹീദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആള് ഷഹീദിന്റെ കൂലി കിട്ടും. ഒരുപാട് ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ ഒരുപാടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിൽപ്പെട്ട ഒരാളാണ് വൽ ഹരീഖ്, തീയിൽപ്പെട്ട് മരിക്കുന്ന ആൾ, തീ പിടിച്ചു മരിക്കുന്ന ആളുകൾ. അല്ലാഹുവേ, നമ്മൾക്ക് അത്തരം ഒരു അങ്ങനത്തെ ആളുകളെ നമ്മൾ അറിയുന്ന അവസ്ഥ വന്നാൽ അവർക്കൊക്കെ അല്ലാഹു തആല ഷഹാദത്തിന്റെ കൂലി കൊടുത്ത് അവരെ ഉയർത്തിയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ നുസക്കി അലല്ലാഹി അഹദ, അല്ലാഹു എല്ലാവരുടെയും ആഖിറ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. മിൻഹും മൻ തഅഖുദുഹു അൻ-നാറു ഇലാ കഅബൈ, ചില ആളുകളുടെ കാലിന്റെ ഞെരിയാണി വരെ തീ പിടിക്കും. വമിൻഹും മൻ തഅഖുദുഹു ഇലാ റുക്ബതൈ, ചില ആളുകളുടെ കാലിന്റെ മുട്ടുവരെ തീ കാണും. ചിലർക്ക് ഇലാ ഹജ്ജതിഹി, ഊര വരെ. വമിൻഹും മൻ തഅഖുദുഹു ഇലാ തർഖൂതിഹി, തൊണ്ട വരെ തീ പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ. ശരീരം മുഴുവൻ കത്തുന്നവർ, ശരീരത്തിന് അല്പഭാഗങ്ങളായി ഇങ്ങനെയൊക്കെ നരകത്തിൽ വിവിധ ആളുകൾ അവരുടെ തെറ്റിന്റെ അവസ്ഥകൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തീയിന്റെ ഒരു ചെമ്പുണ്ടാക്കിയതിന്റെ മേൽഭാഗം വളരെ ഇടുങ്ങിയത്, ഉള്ളിൽ വിശാലതയുള്ളത്. ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെ തീ അതിലിങ്ങനെ കിടക്കാൻ, പെട്ടെന്ന് അടിയിൽ നിന്ന് തീ വരും. എല്ലാവരും ആർപ്പ് വിളിച്ച് മേലോട്ട് വരും, പുറത്തു പോരാൻ പറ്റുന്നില്ല. ആരാണ് ജിബ്രീൽ ഇവരെന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുമുസ്സുനാതു മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ എന്റെ ആളുകളായി ജീവിച്ച്, മുസ്ലിമായി ജീവിച്ച്, എന്റെ ദഅവത്ത് അവർക്ക് എത്തുകയും എന്നെപ്പറ്റി കേൾക്കുകയും ചെയ്തിട്ട് എന്റെ ഉമ്മത്തികളായി ജീവിച്ചിട്ട് വ്യഭിചാരത്തിന് കൂട്ടുനിന്ന ആളുകളാണ് ഇവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തീ കൊണ്ടുള്ള ശിക്ഷ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യഭിചരിക്കുന്നവർക്ക് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം വിശാലതയുള്ള സ്വർഗം പോലെയല്ല. സ്വർഗം വിശാലമാണ്, അങ്ങേയറ്റം വിശാലമാണ്. നരകത്തെ സംബന്ധിച്ച് ഒരാശ്വാസം വരുന്ന വാക്ക് ഹൽ മിൻ മസീദ്. സൂറത്ത് ഖാഫ്, വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ പടച്ചവനെ എന്ന് നരകം ചോദിക്കുമെന്നാണ്. ഇനിയുമുണ്ടോ? عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال لا تزال جهنم يلقى فيها وتقول هل من مزيد. ഇനിയുമുണ്ടോ പടച്ചവനെ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം? حتى يلع رب العزة قدمه فيها فينزوي بعضها إلى بعض. അല്ലാഹു ജല്ല ജലാലുവിന്റെ പരിശുദ്ധമായ പാദം നരകത്തിലേക്ക് തട്ടുന്നതുവരെ. അങ്ങനെ സംഭവിച്ചാൽ നരകത്തിന്റെ ഓരോ ഭാഗവും മറ്റൊന്നിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും. വതഖൂലു ഖത്തു ഖത്തു വഇസ്സതിക വകറമിക്, മതി മതി റബ്ബേ, ഞാൻ ഒതുങ്ങി, എനിക്കിനി വേണ്ട, ഒതുങ്ങി, ഇനി സ്ഥലമില്ല എന്ന് നരകം പറയുമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ കാല്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖദം, പാദം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെയോ മറ്റൊന്നിന്റെയോ കാല് പോലെ എന്ന് കാലായിട്ട് പോലും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നാണ്. അള്ളാഹു നരകത്തിലേക്ക് ഇടപെടുകയും ആ നരകത്തെ ചുരുക്കുകയും ചെയ്യുന്ന സമയം വരെ ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യസാലു ഫിൽ ജന്നതി ഫദ്ലുൻ ഹത്താ യുൻശി അല്ലാഹു ലഹാ ഖൽഖൻ ഫയുസ്കിനുഹും ഫദ്ലൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരുപാട് ആളുകൾക്കുള്ള സ്വർഗ്ഗലോകങ്ങൾ നൽകി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാവുന്ന, അവിടേക്ക് വേണ്ടി
ചില സൃഷ്ടികളെ പ്രത്യേകമായി അള്ളാഹു നാളെ സൃഷ്ടിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് സ്വർഗത്തിലേക്ക് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ചില ആളുകളെ പ്രത്യേകമായി സ്വർഗത്തിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വേണ്ടി അവരെ പ്രത്യേകം ഒരു സൃഷ്ടിയെ, ഒരു കൂട്ടം ആളുകളെ അള്ളാഹു പടക്കുകയാണ് ഉണ്ടാവുക എന്നാണ് ഈ ഹദീസിന്റെ സാരം. നരകത്തിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ഒന്ന് ദുന്യാവിൽ മനുഷ്യന്മാരെ ശിക്ഷിച്ചവരാണെന്നാണ്. ദുന്യാവിൽ മനുഷ്യന്മാരെ ശിക്ഷിച്ചവരാണ് നരകത്തിലെ വലിയ ശിക്ഷ അനുഭവിക്കുന്നവർ. ഹിഷാം ഇബ്നു ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഷാമിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകളെ പച്ച വെയിലത്ത് നിർത്തിയിട്ടുണ്ട്, പൊരി വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, സ്വഹാബിയുടെ മകനാണ് ഹകീം ഇബ്നു ഹിസാം എന്ന് പറയുന്നത് ഖുറൈശികളിൽ പ്രമാണിയായ സ്വഹാബിയാണ്. അവരിൽ നിന്ന് സ്വഹാബിയായി വന്ന ആളാണ്. ദാറുൽ അർഖം ദാറുൽ നദ്വ, ഖുറൈശികളുടെ അന്നത്തെ ഏറ്റവും വലിയ ഗൂഢാലോചനയ്ക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന ആ വീട് ഇസ്ലാമിലേക്ക് വന്ന ശേഷം ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ വന്നപ്പോ അതൊക്കെ വിറ്റതിന്റെ പൈസ കൊണ്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് സ്വതക്കയായി കൊടുത്ത മഹാനാണ് ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു. അവരുടെ മകനാണ് ഹിഷാം എന്നവർ. അവര് ഷാമിലൂടെ പോകുമ്പോഴാണ് വെയിലത്ത് നിർത്തിയ ആളുകളെ കാണുന്നത്. ഉഖീമു ഫി ശംസ്. ചോദിച്ചു, എന്ത് പറ്റി ഇവർക്ക്? മറുപടി, ജിസിയ നൽകാത്തതിന്റെ പേരിൽ പിടിച്ചു വെച്ചതാണ്. ജിസിയ എന്ന് പറഞ്ഞ ടാക്സ്. അപ്പൊ അന്നത്തെ നോൺ മുസ്ലിംസ് ആണ് അവര്. അതായത് ഇസ്ലാമിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ മുസ്ലിം ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ ജിസിയ കൊടുക്കണം, ടാക്സ് കൊടുക്കണം. കാരണം അവർക്ക് യുദ്ധത്തിന് വരണ്ട, മുസ്ലിമീങ്ങളായിരിക്കും ആർമി ഉണ്ടാവുക. അവർക്ക് എല്ലാ ജീവിക്കാനുള്ള അവകാശവും മുസ്ലിം ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കും. പകരം എന്ത് ചെയ്യണം? അവരുടെ വരുമാനത്തിൽ നിന്നൊരു ഓഹരി ടാക്സ് ആയി കൊടുക്കണം. അതിനാണ് ജിസിയ എന്ന് പറയാം. അപ്പോ അത് നൽകാത്ത ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി വെയിലത്ത് നിർത്തിയതാണെന്ന് പറഞ്ഞപ്പോ ഫഖാല ഹിഷാം അഷ്ഹദു ലസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹാബിയാണ് ഹിഷാം എന്നവര്. അവര് പറയാണ്, ഞാൻ നബി തങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല യുഅദ്ദിബുൽ ലദീന യുഅദ്ദിബൂന അന്നാസ ഫിദ്ദുനിയ. മനുഷ്യരെ ദുനിയാവിൽ ശിക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്ന് ഞാൻ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് ഹിഷാം ഇബ്നു ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹുമാ ഉദ്ധരിക്കുകയാണ്. ജനങ്ങളെ ശിക്ഷിക്കുന്നവർ. നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്ന വിഷയം എന്താണ്? ഈ മാൻ പവർ സപ്ലൈ, ജനങ്ങളെ ഈ ലേബേഴ്സിനൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ പൊരി വെയിലത്ത് ഗവൺമെന്റ് പറയാണ് ഇത്ര സമയം നിങ്ങൾ 3 മണി മുതൽ 4 മണി അല്ലെ 11 മണി മുതൽ 2 മണി വരെ എന്നൊക്കെ പറഞ്ഞാലും വെയിലിന്റെ ചൂട് മുതലാളിമാർക്കറിയാമല്ലോ. ആ ഒരു 2-3 മണിക്കൂർ ഇരിക്കട്ടെ, 3 മണി വരെ എന്ന് പറഞ്ഞു. നിങ്ങളൊരു 3:30 പുറത്തിറങ്ങി നോക്കി, എന്താണ് വെയിലിന്റെ ചൂട്. ഒരു 4 മണിക്ക് പുറത്തിറങ്ങി, എന്താണ് ഇവിടുത്തെ സമ്മർ ഹോട്ടൊക്കെ. ആ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ പട്ടിണി പാവങ്ങളായ പച്ച പാവങ്ങൾക്ക് വളരെ ചെറിയ നക്കാപ്പിച്ചാന്നൊക്കെ പറയുന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് അവര് കാലങ്ങളോളം കടബാധ്യതകൾ വരുത്തി വെച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ പാവങ്ങളെ വെയിൽ കൊടുത്ത് വെയിലിൽ വെച്ചവരെ ശിക്ഷിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. രാത്രി ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ, നൈറ്റ് ടൈമിലുള്ള ജോലി, പകൽ സമയത്ത് വെയിലങ്ങ് ഒഴിവാക്കി രാത്രി ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യാത്തവർ ഈ ഹദീസിന്റെ പരിധിയിൽ വരും. ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുണ്ടായിട്ട് വകയുണ്ടായിട്ട് കൊടുക്കാതെ ഭിന്നിപ്പിക്കുന്നത് ശിക്ഷയാണ്. ഒരു മനുഷ്യനെ തന്റെ കുടുംബത്തിലേക്ക്, തന്റെ മക്കൾക്ക്, കുട്ടികളുടെ ഫീസിന്, കറണ്ടിന്, അതിന് ഇതിനൊക്കെ അയക്കേണ്ട പൈസയാണ് ഈ മുതലാളി കൊടുക്കാതിരിക്കുന്നത്. ഗ്രോസറിയിലും നമ്മുടെ കഫ്റ്റീരിയകളിലും ചെറിയ സ്ഥാപനങ്ങളിലും വലുതിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ അദാബിന് കാരണമാണ്. ശിക്ഷിക്കരുത്, മനുഷ്യരെ ശിക്ഷിക്കരുത്. ഇന്നല്ലാഹ യുഅദ്ദിബുൽ ലദീന യുഅദ്ദിബൂന അന്നാസ ഫിദ്ദുനിയ. ജനങ്ങളെ ഇവിടെ വെച്ച് ശിക്ഷിക്കുന്നവരെ നാളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യരൊരിക്കലും ഇത്തരം കടുംകൈകൾ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ മാൻ പവർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അർഹമായ വേതനം കൊടുക്കണം. അവർക്ക് എന്താണോ നിങ്ങൾ വാക്ക് കൊടുക്കുന്ന വാക്ക് നിങ്ങൾ പാലിക്കണം. മനുഷ്യരാണ് ആഫ്റ്റർ ഓൾ. നമ്മളെപ്പോലെ പഠിച്ചില്ല എന്നൊരു കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് പഠിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട്. നമ്മളെപ്പോലെ നമ്മുടെ നാട്ടിൽ ജനിച്ചില്ല എന്നുള്ളൂ, നമ്മുടെ രാജ്യത്ത് ജനിച്ചവരാണവർ. മനുഷ്യരാണ്. മജ്ജയും മാംസവും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. വെയിലത്ത് നിർത്തി അവരെ വെയിൽ കൊള്ളിച്ച് ശിക്ഷിക്കുന്ന പണി ഒരിക്കലും ഒരാളും ചെയ്തുകൂടാ.
കണ്ണീര് ഒരിക്കലും വറ്റാത്ത രീതിയിൽ അള്ളാഹു അതിന് പകരം വീട്ടിയേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം വിഷയങ്ങൾ വന്ന അപാകതകളൊക്കെ തിരുത്തിയിട്ട് ആളുകളുടെ ഹക്കടപാടുകൾ കൊടുത്തിട്ട് ക്ലിയർ ആക്കിയേക്കണേ. അള്ളാഹുവിന്റെ അസാബ് വരുന്നതിന്റെ മുമ്പ് ഹാദിഹി ജഹന്നം അല്ലതി കുൻതും തുഅദൂൻ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്താൽ നരകമുണ്ടെന്ന്, ആ നരകമേതാ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് നാളെ മുജ്രിമീങ്ങളോട് പറയപ്പെടുമെന്നാണ് യാസീനിലെ 63-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സല്ലു അലൻ നബി محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خير. നമുക്കൊരു 15 മിനിറ്റ് കൂടെ ക്ലാസിന്റെ സമയം ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളുടെ ആൻസറൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ പറ്റുന്നത് അറിയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. പിന്നെ ആരാണ് നരകത്തിൽ പോകുന്ന വലിയ കുറ്റക്കാർ? ഒന്ന് ജനങ്ങളെ ശിക്ഷിക്കുന്നവർ, പിന്നെ അടുത്ത് പറയുന്നത് അത് എന്നെപ്പോലത്തെ ജാഹിലീങ്ങളോട് അല്ലെങ്കിൽ വാല് പറയുന്ന ആളുകളോടുള്ള വലിയ താക്കീതാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ്. ആ ഹദീസ് ഞാൻ പൂർത്തിയാക്കാൻ പാടില്ല. വാല് പറയുന്ന മനുഷ്യന്മാരെ മുഴുവനും അള്ളാഹു കടുത്ത വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നാണ്. യുജാഉ ബിറജുലിൻ ഫയുത്റഹു ഫിന്നാരി ഫയുത്ഹനു ഫീഹാ കതഹ്നിൽ ഹിമാരി ബിറഹാ. യുജാഉ ബിറജുലിൻ, ഒരാളെ നാളെ കൊണ്ടുവരും. ഫയുത്റഹു ഫിന്നാർ, നരകത്തിലേക്ക് എറിയപ്പെടും. ഫയുത്ഹനു ഫീഹാ കതഹ്നിൽ ഹിമാരി ബിറഹാ, ഒരു കഴുത ആസുകല്ല് ചുറ്റുന്ന പോലെ അതിനെ അരച്ചെടുക്കും നരകത്തിൽ ഒരാളെ. ഫയതൂഫു ബിഹി അഹ്ലുന്നാർ ഫയഖൂലൂൻ, നരകത്തിലുള്ള വേറെ കുറെ ആളുകൾ ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ അയാളുടെ അടുത്ത് വന്നിട്ട് പറയും, ഐ ഫുലാൻ അലസ്ത കുൻത തഅ്മുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ. മനുഷ്യ, നിങ്ങളല്ലേ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിരുന്ന ആൾ, നിങ്ങളല്ലേ ആളുകളെ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആൾ, നിങ്ങൾക്കിത് പറ്റിയോ എന്ന് നരകവാസികൾ ഇയാൾക്ക് ചുറ്റും കൂടി ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ പറയും, കുൻതു ആമുറു ബിൽ മഅറൂഫ് വലാ അഫ്അലുഹു, നന്മ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നില്ല. വഅൻഹാ അനിൽ മുൻകരി വഅഫ്അലുഹു, തിന്മ ചെയ്യരുത് എന്ന് പറയാറുണ്ടായിരുന്നു, ആ തിന്മ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അയാൾ മറുപടി കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ ഉത്തരവാദിത്തമാണ്. പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും വാല് പറയുന്നവരും പ്രസംഗിക്കുന്നവരും പ്രഭാഷകന്മാരും ഒക്കെ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ വളരെ ഗൗരവമുള്ള ഹദീസാണിത്. നമ്മൾ എന്ത് പറയുന്നുവോ അത് ജീവിതത്തിൽ പകർത്താൻ ആദ്യം ഞാൻ ബാധ്യസ്ഥനാണ്, പിന്നെ അത് കേൾക്കുന്ന നിങ്ങൾ, നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ പറയുന്ന ആൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയം അയാളെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ ശിക്ഷ വരാൻ കാരണമാണ്. നാളെ പരലോകത്ത് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ നാവ് മുറിച്ചെടുക്കും. മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാ ജിബ്രീലേ ഇവരെന്ന് ചോദിക്കും. ഖുതബാ, പ്രഭാഷകന്മാരാണെന്ന് പറയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ് ഈ ഹദീസ്. പേടിയാണ്. എങ്ങനെയാണ് നമ്മൾ, പിന്നെ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എങ്ങനെ റബ്ബെ നമ്മളൊക്കെ വാദ് പറയാം, എങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കുക, എങ്ങനെ ആളുകളോട് നല്ലത് പറയാം. വലൗലം യഅ്ലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅ്ലിൽ ആസീന ബഅദ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗലം യഅ്ലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു, തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, അങ്ങനെ തെറ്റ് ചെയ്യുന്നവരാരും വാദ് പറയണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഫമൻ യഅ്ലിൽ ആസീന ബഅദ മുഹമ്മദി, തെറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങളിത് ചെയ്യരുതേ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പറയാൻ ആർക്കാണ് അവകാശം ഉണ്ടാവുക? കാരണം നബിതങ്ങളല്ലേ മഅസൂം, നബിതങ്ങളല്ലേ പാപത്തിൽ നിന്ന് സുരക്ഷിതരായവർ, നബിതങ്ങളല്ലേ തെറ്റു ചെയ്യാത്തവർ. ആ തങ്ങളുടെ കാലശേഷം തെറ്റ് ചെയ്യാത്തവർ മാത്രം പറഞ്ഞാൽ മതി ആളുകളോട് നന്മ എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആർക്കിത് പറയാൻ കഴിയും എന്ന് കവി ചോദിച്ചിരിക്കാൻ. ആ ഒരു ചെറിയ ധൈര്യത്തിന്റെ പേരിലാണ്
തിന്മ ചെയ്യുന്ന വളരെ മോശക്കാരിൽപ്പെട്ട ഏറ്റവും മോശക്കാരനായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ വാദ പറയാൻ ഒരുങ്ങുന്നത് ഒന്നുമല്ല. ഇത് ആരെങ്കിലും പറയണ്ടേ? നിബിതങ്ങളുടെ കാലശേഷം മഅസൂം ഇല്ലല്ലോ. തെറ്റ് ചെയ്യാത്തവരെന്നെ ആരാ പിന്നെ പറയാ? നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ആ ഒരു ദഅവത്തിന്റെ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ഹദീസ് നമുക്ക് വലിയ പാഠമാകണം. എല്ലാവർക്കും, ഞാൻ അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തആല നമ്മൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തരണേ റബ്ബേ. നമ്മൾ അരുത്, പാടില്ലാത്തതാണെന്ന് പറയുന്നത് അതിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് തരണേ പടച്ചവനെ. അല്ലാഹു നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊരു വലിയ ബാധ്യതയാണ്. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയി കടക്കുമ്പോൾ വാല് പറഞ്ഞ ഞാൻ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. ഒന്നുമല്ല, സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിക്കാൻ നമുക്കൊക്കെ അതാണ് ആവശ്യം. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല വാല് പറയുന്ന, ഉപദേശം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുമെന്ന് പറയുന്ന ഹദീസ് ഇനിയും വേറെയും വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഒരുപാട് ചരിത്രവും കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ 3 ആയത്ത് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറഞ്ഞു, ഒന്നാമത്തേത് അല്ലാഹുവിന്റെ വാക്കാണ്, അതഅ്മുറൂന അൻ-നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും. നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണോ? അതഅ്മുറൂന അൻ-നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ ചെയ്യണമെന്ന് പറയുകയും വതൻസൗന അൻഫുസകും, നിങ്ങൾ സ്വന്തം ശരീരം മറക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം കാണുമ്പോൾ എനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അല്ലാഹു സൂറത്തു സഫിൽ ചോദിക്കുന്നു, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്ത പണി എന്തിനാ ജനങ്ങളോട് പറയുന്നത്? പിന്നെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് അല്ലാഹു ഉദ്ധരിക്കുന്നു സൂറത്തു ഹൂദിൽ, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശമല്ലേ എന്ന് പറഞ്ഞ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക്. ഇതൊക്കെ കാണുമ്പോ പേടിയാണ് എന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആരെങ്കിലുമൊക്കെ പറയണ്ടേ? ആർക്കെങ്കിലും ഇൽമ് എത്തണ്ടേ? തെറ്റ് ചെയ്യുന്നവര് ഉണ്ടാതിരുന്നാൽ പിന്നെ ആരാത് പറയാ? നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ. അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹുവേ എല്ലാ പ്രഭാഷകന്മാർക്കും വാല് പറയുന്നവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാനെ. ആ പറയുന്നതനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖ് അവർക്കും കേൾക്കുന്നവർക്കും നീ കൊടുക്കണേ തമ്പുരാനെ. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ വെച്ച് ശിക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതിൽ നമുക്ക് ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്, മാലി ലാ യദ്ഖുലുനി ഇല്ലൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ. നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ആരാന്നറിയോ? അഹങ്കാരമുള്ളവരാണ്. അൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, വലിയ അഹങ്കാര മനസ്സിലുള്ളവർ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹു തആല നിരോധിച്ചതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് അല്ലാഹു തആല ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യൂല, ഇങ്ങനെ അല്ലാഹുവിന്റെ നിയമത്തിനെതിരെ പറയുന്നവർ അവരാണ് മുതകബ്ബിർ എന്ന് ശറഇൽ പറയാം. നരകം പറഞ്ഞു, വുക്കിൽതു ബിസലാസ, 3 ആളുകളെയാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വുക്കിൽതു ബിമൻ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ എന്റെ അടുത്തേക്ക് വരാനുള്ളവരാണ്. നരകം പറഞ്ഞു, വബികുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ അഹങ്കാരിയും എന്റെ അടുത്തേക്ക് വരാനുള്ള ആളാണ്. വബിൽ മുസവ്വിരീന, മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഷൈപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ, രൂപപ്പെടുത്തുന്ന ആളുകൾ, ശില്പികൾ. എങ്ങനത്തെ ശില്പി? ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ജന്തുക്കളുടെയും ഒക്കെ രൂപങ്ങൾ തസ്വീർ ചെയ്യുന്ന ആളുകൾ. ഫോട്ടോ എടുക്കുക എന്നൊക്കെ അതിന് വാക്കർത്ഥം അങ്ങനെയൊക്കെ വരും. തസ്വീർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക എന്നാണ്. പക്ഷെ അതിന് ഉലമാ കൊടുത്ത അർത്ഥം അല്ലദീന യസ്നഊന തമാഥീല, ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ. വസ്സുവറൽ മുജസ്സമ, ശരീരമുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ. ഷേപ്പ് ചെയ്യുന്നത് വെറുതെ ഒരു വരയല്ല, എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയെടുക്കുന്ന ശില്പങ്ങൾ. അങ്ങനത്തെ ആളുകൾ നരകത്തിൽ പതിക്കുമെന്ന്, അവരെ എന്നെയാണ് ഏൽപ്പിക്കപ്പെട്ടത് എന്ന് നരകം അള്ളാഹുവിനോട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ
തിന്മകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ആ ഒരു ദുആ, റബ്ബന സുരിഫ അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത മുസ്തഖറ വ മുഖാമ. അതുമാത്രമല്ല, മുഅ്മിനീങ്ങൾ എല്ലാ പ്രാർത്ഥനയിലും റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ എപ്പോഴും ഓതണമെന്നാണ്. ഏത് ദുആ അവസാനിക്കുമ്പോഴും റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ഈ ലോകത്ത് നന്മ തരണം റബ്ബേ, വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്ത് നന്മ തരണേ റബ്ബേ, വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം. അത് ആയത്തിൽ ആ പ്രാർത്ഥനയിൽ എല്ലാം ഉൾക്കൊണ്ടു. ദുനിയാവിലെ പ്രശ്നവും ആഖിറത്തിലെ പ്രശ്നവും പ്രത്യേകിച്ച് നരകത്തിൽ നിന്ന് കാവലും കൂടെ പറഞ്ഞ ദുആയാണത്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അള്ളാഹുവിന്റെ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ അടുത്ത ആഴ്ച ഞാൻ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുമായി ഞങ്ങൾ 10-48 ആളുകളുമായി ഉംറക്ക് പോകുന്നുണ്ട് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ ക്ലാസ് 2 ആഴ്ചത്തേക്ക് നമ്മുടെ ഹാരിസ് ബാക്കവി ഉസ്താദ് അല്ലെങ്കിൽ റക്കീബ് ഉസ്താദോ ഒക്കെ ആയിട്ട് ക്ലാസ് ഇവിടെ നടക്കും. ആ വിഷയം നിങ്ങൾ അറിയിക്കണം. മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യത്തിൽ ഒരാളങ്ങ് ചോദിച്ചു, ഉസ്താദ് ഇല്ലെങ്കിൽ ആ വിവരം ആദ്യം അറിയിച്ചുകൂടായിരുന്നു, നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ എത്തിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആ ചോദ്യം വന്നിട്ടുണ്ടാവുക. അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയണത്. പറയാതെ ഉസ്താദ് മുങ്ങിയും തോന്നണ്ട, എന്ത് ചെയ്യണം. അപ്പോ നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ കാര്യങ്ങളൊക്കെ റാഹത്താണ്. നിങ്ങൾ ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ വാക്ക് തരാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയത്തിലും ഖൈറിലും നന്മയിലുമാക്കി അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അമലുകൾ സ്വീകരിക്കപ്പെടാനും പോകുന്ന യാത്രയിലും തിരിച്ചു വരാനും ഒക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തിനും സലാമത്തിനും വേണ്ടി ദുആ ഇറക്കണം. അത് നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. അപ്പോ പിറ്റത്തെ, അതായത് 2 ആഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 11 ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ്. അന്നായിരിക്കും ഇൻഷാ അല്ലാഹ് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഹാരിസ് ബാക്കവി ഉസ്താദായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ റക്കീബ് ഉസ്താദായിട്ട് ഇവിടെ ക്ലാസ് 2 ആഴ്ച ഇവിടെ നടക്കും. ആ വിഷയങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്, ക്ലാസ്സിന് വരണം എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ വരുന്ന ചൊവ്വാഴ്ച അമീറായി പോവാന്നൊക്കെ പറയാനായോ? നമ്മൾ വിമാനമാർഗാണ് പോകുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ഉംറ ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച. നാളെ ഞായറാഴ്ച അല്ലേ, തിങ്കൾ ചൊവ്വാഴ്ച 8:30 മണിക്ക് മെയിൻ ഹാളിൽ നമ്മളൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും വരാൻ പറ്റും. ഉംറക്ക് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഇനി ഒന്നുമില്ല ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് വരുന്നവർക്കോ എല്ലാവർക്കും അതിൽ എന്തെങ്കിലും ക്ഷണമുണ്ട്. നമ്മൾ ഈ ഹാളിൽ വെച്ചിട്ട് ചൊവ്വാഴ്ച ഒരു ഉംറ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടായിരിക്കും. മുസഫയിൽ നിന്ന് ബസ് സൗകര്യമുണ്ട് ഇങ്ങോട്ട് വരാന്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട കബീർ ബാക്കവി ഉസ്താദിന്റെ ഒരു പരിപാടി ഇവിടെ നടന്നിരുന്നു ഇന്നലെ. അതിൽ ചില ആളുകളൊക്കെ ഓഫർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ ഡെസ്കിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണം. ഒരു സ്ത്രീയുടെ ഒരു കുടുംബത്തിന്റെ വിഷയമായിരുന്നു അല്ലേ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ആ വിഷയം 2 വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ സഹായം ഏറ്റെടുത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ഡെസ്കുമായി ബന്ധപ്പെട്ട വിഷയം അറിയിക്കണം, അത് നൽകണം എന്നറിയിക്കുകയാണ്. പ്രഗത്ഭ കൗൺസിലറും ട്രെയിനറുമായ സുലൈമാൻ മേൽപ്പത്തൂർ നയിക്കുന്ന പ്രത്യേക ക്ലാസ് 7ാം ക്ലാസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച 7 മണിക്ക് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിലേക്ക് നമ്മുടെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആ പരിപാടിയിലേക്ക് വരണം. അത് വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ്. എങ്ങനെ കുട്ടികളുടെ മെമ്മറി, അവരുടെ IQ, അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളാണ് സുലൈമാൻ സാർ മേൽപ്പത്തൂർ. അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സിലേക്ക് തിങ്കളാഴ്ച, നാളെ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഹൈസ്കൂൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും 8ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള എല്ലാ കുട്ടികളും വരിക ഇൻഷാ അല്ലാഹ്. ആ ക്ലാസ് സംബന്ധിച്ച് കാര്യങ്ങൾ കുറെ പഠിക്കാനുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം, നല്ല അച്ചടക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയൽവാസി അസുഖമായിട്ട് ഐസിയുലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഹിഫ്ദുൽ ഖുർആൻ ക്ലാസ് എല്ലാ ശനിയാഴ്ചയും അസറിന് ശേഷം മഗ്രിബിന് ശേഷം തജ്വീദ് ഖുർആൻ ക്ലാസും ബുധനാഴ്ച ഹദീസ് ക്ലാസും ഇവിടെ നടക്കുന്നുണ്ട്. അതായത് 3 ക്ലാസ് അവിടെ പറഞ്ഞ് ഹിഫ്ദുൽ ഖുർആൻ ഹിഫ്ലാക്കുന്ന എല്ലാ ശനിയാഴ്ചയും അസറിന് ശേഷം ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ ഹാളിലാണ് അല്ലേ. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം തജ്വീദുൽ ഖുർആൻ നടക്കുന്നുണ്ട്.
പിന്നെ ബുധനാഴ്ച ഹദീസ് ക്ലാസ്സും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ എല്ലാ ആളുകളും പങ്കെടുക്കണം, പരിപാടി വിജയിപ്പിക്കണം. സെന്ററിന്റെ കീഴിൽ നടന്നു വരുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, അറബിക് ക്ലാസ്സുകൾ, കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ, പുതിയ അഡ്മിഷൻ ഏപ്രിൽ ആദ്യത്തെ ആരംഭിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ മൊയ്തീൻകുട്ടിക്കായോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കുമായോ ബന്ധപ്പെടണം. ഇസ്ലാമിക് സെന്ററിന്റെ ഉംറ പോകുന്നുണ്ട് ഏപ്രിൽ 8-ന് 22-നും മെയ് 13-ന് മേറാജ് രാവിൽ പരിശുദ്ധ ഹറമിൽ കൂടുന്ന രീതിയിൽ ഒരു ട്രിപ്പ് ഉണ്ട്. മെയ് 13-ന് ഇവിടുന്ന് വിടുന്നു. മെയ് 27-ന് ബറാത്ത് രാവിൽ ഹറമിലെത്തുന്നുണ്ട്. ജൂൺ 17-ന് റമദാന്റെ ആദ്യത്തെ 10-ല് ഹറമിലെത്തുന്ന രീതിയിലൊക്കെ ഉംറ ട്രിപ്പ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓഫീസുമായി എന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ചൊവ്വാഴ്ച നമ്മുടെ ഉംറ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഞാൻ എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ ക്ലാസ് 2 ആഴ്ച മുമ്പ് ദുആ ചെയ്തതിന്റെ ഫലമായി അള്ളാഹുവിന്റെ അപാര അനുഗ്രഹം കൊണ്ട് എന്റെ സഹോദരിയുടെ കല്യാണം ശരിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് നല്ല സന്തോഷകരമായ കുടുംബജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടി ജനിച്ചാൽ വുദൂഇയ്യത്ത് ഇറക്കുന്നത് നാട്ടിൽ മത്സരമാണ്. 2, 3, 4 ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താ? അപ്പോ കുട്ടി വെച്ചാൽ അഖീഖത്താണ് ഇറക്കണത് അല്ലേ? കുട്ടിക്ക് നമ്മൾ വുദൂഇയ്യത്ത് എന്ന് പറയില്ല. കുട്ടിയുടെ എല്ലാ കുട്ടികളും മർഹൂനുൻ ബി അഖീഖത്തിഹിന. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ പേരിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട് അറുത്തിട്ട് ഒരു കുട്ടിക്ക് അഖീഖത്ത് ഇറക്കൽ വാപ്പാക്ക് സുന്നത്താണ്. വാപ്പാക്ക് സുന്നത്താണ്. ഫർളാണോ? അല്ല. ആർക്ക്? കഴിവുള്ള ആള്. നമ്മുടെ മാടുകളെ ഒരു കാളയോ ഒരു കുട്ടനോ ഒക്കെ ഇറക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്നായിട്ട്. ആടിറക്കുകയാണെങ്കിൽ ആൺകുട്ടിക്ക് 2, പെൺകുട്ടിക്ക് 1, അങ്ങനെ ആടിറക്കണം. ഇത് മത്സരിക്കാനുള്ളതല്ല. നാട്ടിലൊക്കെ അങ്ങനെ ഇബ്ലീസ് കടന്നിട്ട് നമ്മുടെ അമല് പഴപ്പിക്കാനല്ലേ നോക്കുന്നത്. അപ്പൊ നമ്മള് അവിടുത്തെ പോത്തിന് എത്ര കിലോ? 200. നമ്മൾ 300 കിലോന്റെ പോത്തിനെ വാങ്ങും. സുബ്ഹാനല്ലാഹ്. അവിടെ പോയി ആ കാശ് പോയി. ഇത് കഴിവുള്ളവർ ചെയ്താൽ മതി. ഒരു കുട്ടിയായി രണ്ടാമത്തെ കുട്ടിക്കൊക്കെ നിങ്ങൾ ചെയ്തോളി, പറ്റുമെങ്കിൽ ചെയ്തേക്കണം. പക്ഷെ കടം വാങ്ങിയിട്ട് ചെയ്യണ്ട. അത് മാനം കാക്കാൻ വേണ്ടി എന്തോ ഒരു ചെയ്യുന്ന ഒരു കുത്തിമറിച്ചിലാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് പിശാചിൽ നിന്ന് മോചനം, ഈ കുട്ടിക്ക് നാളെ നരകമോചനം, ഈ കുട്ടിക്ക് നാളെ സ്വർഗപ്രവേശനം, ഇതൊക്കെ കിട്ടാൻ കാരണമാണ് അഖീഖത്ത്. അത് എപ്പോഴും ചെയ്യാം. 7-ന്റെ അന്ന് ചെയ്യൽ പ്രബലമായ സുന്നത്താണ്. കുട്ടി ജനിച്ച് 7-ാം നാളിൽ അതാണ് അതിന്റെ ഏറ്റവും സുന്നത്തുള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആവാം എന്ന ഉലമാ പറയും. ഏത് സമയത്തും ആവാം. 7-ന്റെ ഗുണിതങ്ങൾ തന്നെ ആവണം എന്നില്ല. നമ്മുടെ ഉമ്മയും വാപ്പയും നമുക്ക് അഖീഖത്ത് അറുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. വയസ്സ് 60 ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ അഖീഖത്ത് ഞാൻ അറുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അഖീഖത്ത് 60-ാം വയസ്സിലും അറക്കുക. ഒരു കുഴപ്പമില്ല. ഒരിക്കൽ ചെയ്താൽ മതി. നമ്മുടെ ഉമ്മയും വാപ്പയും ചെയ്ത് ഏത് വയസ്സിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ മത്സരിക്കരുത്. ഇതെന്തിൽ സുന്നത്തായ ഒരു കാര്യമാണ്. കൂലി കിട്ടേണ്ട വിഷയമാണ്. മത്സരിക്കേണ്ട കാര്യമല്ല. അവനവന്റെ ആഫിയത്ത് വെച്ച് ചെയ്താൽ മതി. കടം കള്ളിയും വാങ്ങിയിട്ട് എട്ടങ്ങേറായിട്ട് ഇപ്പം 10 കിൻഡലിന്റെ ഇറച്ചി കൊടുക്കാൻ വേണ്ടി 4, 5 കന്നുനെ കറുത്തിട്ട് മത്സരി അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇബാദത്തായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുക. ആ വിഷയത്തിൽ മത്സരത്തിന്റെ ആവശ്യമില്ല. മത്സരബുദ്ധി വരുന്നത് നമുക്ക് പിശാച് ദുർബോധനം ചെയ്യുമ്പോഴാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്കീസഫ് അബുദാബി തൃശൂർ ജില്ലാ കമ്മിറ്റി വരുന്ന വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരാനന്തരം ഇസ്ലാമിക് സെന്ററിൽ വെച്ച് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ മറ്റു വിവരങ്ങൾക്കുമായി നമ്മുടെ അബ്ദുൽ ജവാദ്, അതുപോലെ മുഹമ്മദ് ഇർഷാദ്, നമ്മുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമ്പർ വായിച്ചങ്ങൾ എടുക്കോ? 055-229-5575 055-229-5575. അതിന്റെ വിഷയങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്. തളിപ്പറമ്പ് യത്തീംഖാന, തളിപ്പറമ്പ് ഇസ്ലാമിക് അക്കാദമി, ഖുർആൻ പ്രഭാഷണ, LCD പ്രദർശനം എല്ലാ ബുധനാഴ്ച. അത് തളിപ്പറമ്പ് നടക്കുന്ന സംഭവമല്ലേ? തളിപ്പറമ്പ് ഇസ്ലാമിക് അക്കാദമി, അവിടെ നമ്മുടെ ഇവിടുത്തെ അബുദാബിയിൽ നടക്കുന്ന ഖുർആൻ പ്രഭാഷണത്തിന്റെ LCD പ്രദർശനം എല്ലാ ബുധനാഴ്ചകളിലും മഗ്‌രിബ് നിസ്കാരാനന്തരം തളിപ്പറമ്പ് യത്തീംഖാനയിൽ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് ആരൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു 2 ലോകത്തും ഖൈറായ അതിന്റെ പ്രതിഫലം 2 ലോകത്തും അള്ളാഹു എമ്പാടും നൽകുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് പ്രവർത്തകർ സൗദി അറേബ്യയിലും മറ്റു GCC-യിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അവരവരുടെ മഹല്ലുകളിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു വലിയ സന്തോഷം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മള് റസാഖ് സാഹിബ് എത്ര സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്?
5 സ്ഥലത്തോ? അൽഹംദുലില്ലാ. അപ്പോ 5 സ്ഥലത്ത് അങ്ങനെ ഈ സി ഡി പ്രദർശനം നമുക്ക് നല്ല നല്ല വാലുകൾ, നമ്മുടെ ഇവിടുത്തെ വാലുകൾ മാത്രമല്ല, നാട്ടിലിപ്പോ വാലൻ ഉസ്താന്മാർ കിട്ടാനൊക്കെ പണിയായിരിക്കും. അവരെ ഡേറ്റ് ബുക്ക് ചെയ്യലും കൊണ്ടുപോലും മൈക്ക് സെറ്റും അതൊക്കെ കുറെ ചെലവല്ലേ. അതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഏതോ ഒരു നല്ല വാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു LCD വെച്ചിട്ട് നമ്മുടെ ചുമരിലേക്ക് പ്രദർശിപ്പിച്ചാല് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ കാണാത് ആഴ്ചയിൽ നിരന്തരമായി ചെലവും ചുരുങ്ങും. ഉസ്താന്മാർക്ക് ചെലവ് കൊടുക്കും വേണ്ട, ചോറ് കൊടുക്കും വേണ്ട, കടന്നുറങ്ങാൻ സൗകര്യം ചെയ്ത് കൊടുക്കണ്ട, അതും കെട്ടിട്ട് പോവുകയും ചെയ്യുക. എന്തൊരു എക്കണോമി എന്നറിയോ? വളരെ ചെലവ് കുറയുന്ന ഏർപ്പാടല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ ചെലവ് ചുരുക്കാനുണ്ട് ഇനി ഇൻഷാ അല്ലാഹ്. ഉസ്താന്മാർക്ക് വേദന ഡിമാൻഡ് കുറയുന്നുള്ള വിഷയമുള്ളൂ, അത് സാരല്ല, കാര്യങ്ങൾ വിജയിക്കല്ലേ വേണ്ടത്. അപ്പോ എന്ത് ചെയ്യാ, ഇത്തരം വളരെ ചെറിയ ചെലവിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിരന്തരമായി ക്ലാസ് എടുത്തു കൊടുത്താലേ നമ്മുടെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ കുറെ മഹല്ലുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സന്തോഷ വാർത്ത, ചിലരൊക്കെ പ്രൊജക്ടുകൾ സംഭാവന ചെയ്തു. ഭയങ്കര കൂലിയായിരിക്കും. അതൊക്കെ ആരൊക്കെ പഠിക്കുന്നു അതിന്റെയൊക്കെ കൂലി അവർക്ക് കിട്ടുമല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി വലിയൊരു ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമോ? മുറിയുമെങ്കിൽ ഭാര്യയെ ഭർത്താവ് മരിച്ച മയ്യത്ത് കാണാൻ പറ്റുമോ? അതെങ്ങനെ വുളു മുറിയിലും കാണലും തമ്മിൽ എങ്ങനെ ബന്ധം? ജീവിച്ചിരിക്കുമ്പോ കാണാൻ പറ്റുമോ? വുളു മുറിഞ്ഞാല് പറ്റൂലേ? പിന്നെന്താ? അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഫാത്തിമ ബീവിയുടെ ജനാസ പരിപാലനത്തിനൊക്കെ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും അലി റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുത്തിരുന്നു. ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയെ കുളിപ്പിക്കാൻ പറ്റും, മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും. അവിടെ മയ്യത്ത് ആയിരിക്കെ അവിടെ വുളു മുറിയുന്ന വിഷയം വരില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും, കാണാനും പറ്റും. നമുക്ക് സ്വന്തം ഭാര്യയില്ലേ, പ്രയാസമല്ല. പക്ഷെ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതാണ്. തൊട്ടാ വുളു മുറിയും. ഇനിയിപ്പോ എന്താ, ഒരു വർഷമല്ലല്ലോ. ഒരു ഒതുർത്ത കൂലിയല്ലേ കിട്ടണത്, തീ തൊടുന്നല്ലോ, ഒതുർക്കല്ലേ. ആയിക്കോട്ടെ. സംശയം ഇതൊന്നല്ല വരിക, രസകരമായൊരു സംശയം വേറെ വരും. എങ്ങനെ? ഉറങ്ങാൻ ചെല്ലുമ്പോ ഒതുക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അതൈത മദ്ജഅക നിസ്കരിക്കാൻ ഒതുക്കണ പോലെ എന്ത് ചെയ്യണം? ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഒതുക്കണം. പൊന്നാരസ്താദ, ഇത് മുറിയാൻ പോണ സാധനല്ലേ ഇത്? അതിന് കുഴപ്പമില്ല, ഒതു ചെയ്തിട്ടാണ് പോവുക. കടന്നുറങ്ങാൻ ചെല്ലുന്ന റൂമിലേക്ക് കടക്കുമ്പോഴേ ഒതുണ്ടായാൽ മതി. ഉറങ്ങിയാൽ തന്നെ മുറിയില്ലേ, ഉറപ്പല്ലേ? ഒതും അതിനപ്പുറമൊക്കെ മുറിയില്ല, അതൊന്നും കുഴപ്പമില്ല, സാരല്ല. അപ്പോ ഒതു മുറിയുന്നതാണ്, ഒതു മുറിയും തന്നെ. അപ്പൊ വേറെ ഹദീസ് ഉണ്ടല്ലോ, ആയിഷ ബീവി തൊട്ടുണ്ടല്ലോ, അതൊന്നും നമുക്ക് വിഷയമല്ല. എന്റെ കാരണം എന്നറിയോ? ഈ ഹദീസുകളൊക്കെ ചർച്ച ചെയ്യുന്നത് മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ്. നമ്മൾ ഈ രണ്ട് ഹദീസ്, 2 റിവായത്ത് പഠിച്ചു വരുന്ന ആൾക്കാരല്ല മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവര് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ വിഷയമാണിത്. അവിടെ ഒരു ഹദീസ്, ഇതൊക്കെ അവർ അതിലപ്പുറം കണ്ടവരാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ബഹുമാനപ്പെട്ടവർ പ്രബലപ്പെടുത്തി അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച് അവർ മനസ്സിലാക്കിയെടുത്ത വിഷയം 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള മഹാന ആര്? ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. 7 ലക്ഷം ഹദീസ് മനപ്പാടുണ്ട്. നമുക്കൊക്കെ എത്ര ഹദീസ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു ഹദീസ്, ഒരു ഹദീസ്. ഇങ്ങനെ 10,000 കണ്ടതിന്റെ ശേഷം ഒരു ഫിഖ്ഹിന്റെ മസ്അല രേഖപ്പെടുത്തുക. അവരാ ഫുഖഹാ, അവരാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അപ്പോ ഇമാമുന ശാഫിഈ തങ്ങളുടെ ആ ഒരു കർമ്മശാസ്ത്ര പരമായ ഫിഖ് അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ അവസ്ഥയിൽ ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബ് അനുസരിച്ച് മുറിയും എന്നതാണ് പ്രബലമായ അഭിപ്രായം. നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കി ചെയ്യുക. അതിനെന്ത് മരിച്ചാൽ കാണാൻ, അതൊന്നും വിഷയമല്ല. മരിച്ചാൽ ഭാര്യയെ കുളിപ്പിക്കാൻ വരെ പറ്റും ഭർത്താവിന്. അതുകൊണ്ടൊന്നും മയ്യത്തിന്റെ വുളു മുറിയില്ല. മരണം ആസന്നമായ വ്യക്തിക്ക് അനന്തരാവകാശ ദിക്ർ ചൊല്ലി കൊടുക്കരുത് എന്ന് പറഞ്ഞു കേൾക്കുന്നു, ശരിയാണോ? അതായത് അതിനെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് ഇബ്ലീസ് പഴപ്പിക്കാൻ വരുന്നൊരു സമയമാണ്. മരണം ആസന്നം, മരിക്കാൻ പോവാണല്ലോ എന്ന അവസ്ഥ. അപ്പൊ ഇബ്ലീസ് വന്നങ്ങ് പറയും, ചൊല്ലണ്ടട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ കണ്ണെമ്പിയാൽ നിന്റെ സ്വത്ത് പോയി ഓഹരി വെക്കാൻ കാത്തിരിക്കുകയാണ്, ഒരു ചൊല്ലണ്ട കേട്ടോ എന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്ന, അത് വരാതിരിക്കാൻ സുഹൃത്തുക്കളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവരാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ അനന്തരാവകാശമില്ലാത്ത ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ നല്ലത്. പിശാചിന്റെ ദുർബോധനം വരാനിടയുള്ള സമയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ബിസിനസ്സിൽ ഷെയർ ഇടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സ്ഥാപനം തുടങ്ങുന്ന ആൾ ഇസ്ലാമിക് ബാങ്ക് അല്ലാത്ത ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് തുടങ്ങുന്നതെങ്കിൽ കൂട്ടാൻ പറ്റുമോ? കുടുംബത്തെ അപ്പോ നമ്മൾ ബാങ്കിൽ, നോൺ ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് നമ്മൾ ഷെയർ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ലോൺ എടുക്കുന്നതാണ്. ആ പൈസ നമുക്ക് ഹറാമിന്റെ പൈസയാ. നമുക്ക് പലിശ എടുക്കാനും കൊടുക്കാനും രണ്ടും പറ്റില്ല.
അപ്പോൾ അത്തരം ബിസിനസ്സുകൾ അവോയ്ഡ് ചെയ്യുക, നമുക്കത് വേണ്ട. അള്ളാഹു തആല ഹലാല് കൊണ്ട് ഒരു ഐശ്വര്യം തരുന്നവരെ ഒന്ന് കാത്തിരിക്കുക. നമ്മൾ ധൃതിപ്പെട്ട് എന്ത് ചെയ്യാണ്? അള്ളാഹു തആല ഹലാല് കൊണ്ട് നമ്മുടെ വീട് പൂർത്തിയാക്കാൻ അള്ളാഹ്ക്ക് തീരുമാനം ഉണ്ടാകും. ഒരു 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 6 കൊല്ലം കൊണ്ട് ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് വേണമെന്ന്, അതാണ് അൽ അജലത്തു മിനശ് ശൈത്വാൻ. ഈ പെട്ടെന്നുള്ള കാര്യങ്ങൾ ഈ ധൃതി ചെയ്യുക എന്നത് പിശാചിന്റെ പണിയാണ്. അപ്പൊ തോന്നുന്നു എനിക്ക് 1 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണമല്ലോ, എന്നാ പിന്നെ കടക്കട്ടെ, SBTന്ന് കടക്കട്ടെ, ഒരു 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ലോണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ നിഅമത്ത് വരുന്നവരെ ഒന്ന് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ലാതെ നമ്മൾ ഹറാമിലേക്ക് എടുത്തു ചാടുന്ന ആ പണി എന്ത് ചെയ്യണം? നിർത്തണം. നമ്മൾ ചെയ്യരുത്. പലിശ ഏർപ്പാടുകൾ മുഴുവൻ നിർത്തിവെക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ബാങ്കിൽ കിട്ടുന്ന പലിശയുടെ പൈസ നമുക്ക് പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് റെഡ് ക്രസന്റ് പോലുള്ള സംഘടനയുടെ കിണർ പദ്ധതിയിലേക്ക് സംഭാവന കൊടുക്കാൻ പറ്റുമോ? ഇൻഷാ അള്ളാഹ് സംഭാവന കൊടുക്കാൻ പറ്റും. കാരണം അവരൊക്കെ പൊതുപ്രവർത്തനങ്ങൾക്ക് കൊടുക്കാറുള്ളതാണ്. അതുകൊണ്ട് സാധരില്ല ഇൻഷാ അള്ളാഹ്. നമ്മുടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹറിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ വലിയൊരു ഷെയ്ഖിനെ എഴുതി ചോദിച്ചിട്ട് എനിക്കിതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഏതൊരു കുട്ടിന്റെ പാട്ട് കേട്ടിട്ട് അതിലെന്തൊരു മഹറൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തെളിവല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ചോദ്യം, ഏതൊരു കുടുംബത്തിൽ നടന്നൊരു ക്രിസ്മത്സരാണല്ലേ, വളരെ നന്നായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഖദീജ ബീവിക്ക് എന്താ നബി തങ്ങൾ മഹർ കൊടുത്തത് എനിക്കറിയില്ല. ഞാനത് അറിയുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. അവര് 10 ദിവസം കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇമെയിൽ ചെയ്തതാണ്. പക്ഷെ അവര് തന്നിട്ടില്ല. അദ്ദേഹം വേറൊരു അറബ് രാജ്യത്തുള്ള വേറൊരു ഷെയ്ഖ. ഏതായിരുന്നാലും ആട്ടെ, കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയാൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. ഒരു ഗോൾഡ് കോയിൻ പെൻഡിങ്ങിൽ കിടക്കുകയാണ്, ഉത്തരമില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോൾഡ് കോയിൻ ഉസ്താദിന് തരേണ്ടി വരും. ഇത് ഭയങ്കര രസമാണ്. ഓരോരുത്തർ ഉസ്താദ് ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു 10 ചോദ്യം ഉണ്ട്, വേഗം ചോദിക്കാം എന്ന് ചോദിച്ച് ക്വിസ് മത്സരം പോയി ഉസ്താദ്മാരോട് വെച്ച് അന്നാ പിന്നെ സമ്മാനം ഉസ്താദ് തന്നെ കൊടുക്കണം. ചോദ്യം മുഴുവൻ ചോദിച്ചിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുക, അതിപ്പോ ഒരു ഇരട്ടത്താപ്പല്ലേ നോക്കല്. ആയിക്കോട്ടെ സാറില്ല, നിങ്ങൾ എടുത്തു വിളിച്ചു, നമുക്കൊന്നും വേണ്ട. അപ്പോ ആണുങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മാത്രമാണോ നിസ്കാരം സ്വഹീഹാവുക? അല്ല, അങ്ങനെയല്ല. ആണുങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മാത്രമല്ല, ആണുങ്ങൾ പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്. അവർക്ക് ഏറ്റവും ഉത്തമം അവിടെയാണ്. ഒരു മഹല്ലിൽ ജമാഅത്ത് നടന്നില്ലെങ്കിൽ മുഴുവൻ ആളുകളും അതിന് കുറ്റക്കാരാണ്. പക്ഷെ ഒരാള് പള്ളിയല്ലാത്ത ഒരു മുസല്ലയിൽ നിസ്കരിച്ചു, ഒരു പ്രയർ റൂം, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ചില ഷോപ്പിലൊക്കെ, ചില സ്ഥാപനങ്ങൾക്ക്. ഈ ഷോപ്പിംഗ് മാളുകളിലൊന്നും പള്ളിയല്ല. ഷോപ്പിംഗ് മാളുകളിലുള്ളതൊക്കെ എന്താണ്? പ്രയർ റൂമുകളാണ്. പ്രയർ റൂം എന്ന് പറഞ്ഞാൽ അവിടെ തഹിയ്യത്തിന്റെ സുന്നത്തില്ല, അവിടെ ഇത്തികാഫിരുന്ന കൂലി കിട്ടൂല. അത് നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണ്, അത്രേ ഉള്ളൂ. അത് അടുത്ത തവണ വരുമ്പോൾ ചിലപ്പോൾ ഗോഡൌൺ ആക്കി മാറ്റിയിട്ടുണ്ടാവും, വേറെ സ്ഥലത്തേക്ക് മാറ്റും. പള്ളിയായി വഖഫ് ചെയ്താൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ തൊടാൻ പറ്റൂല. അത് പള്ളിയായിട്ട് തന്നെ കിടക്കണം എന്നാണ്. അപ്പോ അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാണ്. ഒരാൾ വീട്ടിൽ നിസ്കരിച്ചു, നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ പള്ളിയിൽ പോയി നിസ്കരിക്കാനാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അതിൽ യാതൊരു സംശയമില്ല. എല്ലാ ദിവസവും ഉറക്കം കൊണ്ട് സുബഹി ഖളാ ആയാൽ കുറ്റം കിട്ടുമോ? ആ ചോദ്യം നിങ്ങൾ ക്രിക്കറ്റ് കണ്ടിട്ട് ഒഴിവായതാണോ, ഉറക്കൊഴിഞ്ഞതാണോ? അതല്ല, വലിയൊരു കഷ്ടപ്പാട്. ഒരു രോഗിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നടന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ച് സുബഹിയാകുന്ന മുമ്പ് ഒരല്പം തലചായ്ക്കാൻ വേണ്ടി കടന്നു, ഉറങ്ങിപ്പോയി, ഖളാ ആയി, കുറ്റല്ല. നിങ്ങൾ ദീർഘമായ യാത്രയിലാണ്, നിങ്ങൾക്ക് ക്ഷീണിച്ച് തളർന്നുറങ്ങിപ്പോയതാണ്. നമ്മൾ ഉണരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് കടന്നു. അതിന്റെ അലാം സെറ്റ് ചെയ്ത് വെച്ച് കടന്നു. അലാമിൽ ബാറ്ററി ഉണ്ടോന്ന് അത് ചെക്ക് ചെയ്തു, സൗണ്ട് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തു. ഇതൊക്കെ റെഡിയാക്കി കേൾക്കത്തക്ക സ്ഥലത്ത് അടുത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ടൊരാൾ ഉറങ്ങിപ്പോയി. അയാൾ കുറ്റക്കാരനാവുന്നില്ല. അള്ളാഹിന്റെ മുമ്പിൽ പറയാമെന്ന് കാരണം ഉണ്ടെങ്കിൽ. സിനിമ കണ്ട് തീർന്നപ്പോഴേക്ക് 2 മണിയായിട്ടുണ്ട്, അങ്ങനെ കടന്നതാ. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ കുറ്റം കിട്ടുവേ. പിന്നെ ബാച്ചലർ റൂമിലൊക്കെ 1 മണിയാവാതെ ഉറങ്ങാത്ത കഥകളൊക്കെ ഉണ്ടെന്ന് കേട്ട്. എന്ത് 1 മണി വരെ എന്ത് പണിയാണ് ഉള്ളത്? 1 മണി 2 മണിക്കൊക്കെ കടക്കാൻ. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചങ്ങനെ ചോദിച്ചു, സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല, കുറെ കാലമായിട്ട് വലിയ വിഷമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കാ ഉറങ്ങല്? എന്തോ എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി. അത് പറഞ്ഞു 2 മണിക്കാ ഉറങ്ങല്. പിന്നെ സുബ്ഹാനല്ലാഹ്, നമ്മളടുത്ത് ബദാസായതില് 2 മണിക്കാ പറയാൻ പറഞ്ഞു. പൊന്നു സഹോദരങ്ങൾ, നേരത്തെ ഉറങ്ങാൻ വേണ്ടി നോക്കി ആദ്യം. അത് പറ്റൂല. ബാച്ചിലർ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കാൻ 2 മണി നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ആ റൂമിലുള്ള മുഴുവൻ ആൾക്കാർ ഒരുമിച്ച് കൂടി പൊന്നു ചങ്ങായിമാരെ നമ്മളെ സുബഹി ഖളാ ആക്കാതെ നമുക്ക് നിസ്കരിക്കല്ലേ, നമുക്ക് ജീവിക്കല്ലേ എന്ന് തീരുമാനിച്ച് ആ ഒരു വളരെ നേരത്തെ കടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അല്ലെങ്കിൽ സുബഹി ഖളാ ആവുന്നതിനൊക്കെ നമ്മൾ കുറ്റക്കാരാവും. നമ്മൾ അകാരണമായി ഖളാ ആക്കിയാൽ. കാരണം ഒരാളോ അറിയാതെ ഉറങ്ങിപ്പോയി. അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു തരട്ടെ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? അനാവശ്യമായി ഉറക്കൊഴിച്ചിട്ട് കളഞ്ഞതാണെങ്കിൽ അതിന് കുറ്റം ഉണ്ടാവും. ഹറാമിന്റെ കുറ്റമാണ് ഒരു നിസ്കാരം ഖളാ ആക്കുന്നത്. ഹറാമാണ്, കുറ്റകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ എല്ലായിടത്തും യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇത് മൂത്രമൊഴിക്കുന്ന വിധി എന്താണ്? യൂറോപ്യൻ ക്ലോസറ്റ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകളിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കേണ്ട അവസ്ഥ വരും. അതിന് കുഴപ്പമില്ല, ജായിസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുബാലത ഖൗമിൻ ഫബാല ഖായിമൻ, അഴുക്കുകളുള്ള ഒരു സ്ഥലത്തേക്ക്, വൃത്തികേടുകളുള്ള ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ മൂത്രമൊഴിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ തങ്ങൾ നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഉലമാ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അവിടെ ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ പൊതുവായി പബ്ലിക്കിൽ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡുകളിലും മറ്റു പൊതു ഷോപ്പിംഗ് മാളിലൊക്കെ പല നജസ് ഉണ്ടാവും. കാഴ്ചയിലൊന്നും ഉണ്ടാവില്ല, ഡ്രൈ ആയിരിക്കും, പക്ഷെ അവിടെ മൂത്രം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നൊഴിക്കുന്ന ഒരു പ്രശ്നത്തിന് എന്തില്ല, അവിടെ യാതൊരു കുറ്റവുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്. ഒരാൾക്ക് ഇരിക്കാൻ ഒരു സൗകര്യമില്ല, ആൾക്ക് നിന്ന് കുടിച്ചേക്കാം, കുഴപ്പമില്ല. ഇരുന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് ആൾക്ക് നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. ചിലപ്പോൾ ചില ഫ്ലൈറ്റിന്റെ ടോയ്ലറ്റുകളൊക്കെ വളരെ നാരോ ആയിരിക്കും, പക്ഷെ തടിമണ്ണൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിന്ന് തിരിയാൻ വരെ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ അതിന് കുഴപ്പമില്ല. അത്തരം നിർബന്ധ അവസ്ഥകളിൽ അത് വിരോധമില്ല എന്ന് പഠിപ്പിക്കാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണിച്ചു തന്നത് എന്നാണ് അതിന്റെ ഉലമാ നൽകുന്ന വ്യാഖ്യാനം. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി, അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അല്ലാത്തവരെ സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. മൊബൈൽ ഖുർആൻ ഉപയോഗിക്കണമെങ്കിൽ വുളു വേണമോ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് വുളു ഉണ്ടാവൽ ഏറ്റവും കൂലിയുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ കലാമ നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ലതാണ് വുളു ഉണ്ടാവൽ. നിർബന്ധം എന്ന് നമ്മൾ പറയാൻ പറ്റുന്നില്ല. ഉലമാ മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റുകളുടെ ഇടയിൽ ഇപ്പോൾ ഖുർആൻ, ഇപ്പോൾ എന്റെ അടുത്തുള്ള കിതാബ്, ഈ കിതാബിൽ ഒരുപാട് ഖുർആനുണ്ട്. ഈ ഖുർആൻ ഓതണമെങ്കിൽ വുളു വേണോ? വേണ്ട. എന്റെ ഖുർആനിനേക്കാളും അതല്ലാത്ത അതിന്റെ വ്യാഖ്യാനങ്ങളും ഹദീസുകളൊക്കെ ഖുർആൻ അല്ലാത്തത് കൂടുതലുള്ളത് കൊണ്ട് എന്തില്ല, നിർബന്ധമില്ല എന്നർത്ഥം. പക്ഷെ ഉണ്ടാവലാണ് ഏറ്റവും നല്ലത്. ഖുർആൻ തൊടാനും ഓതാനും ഒക്കെ വുളു വളരെ സുന്നത്തുള്ള വിഷയമാണ്. കൂലി ഒരുപാട് കിട്ടും. പക്ഷെ വുളു ഇല്ലെങ്കിലും മൊബൈൽ ഫോണുകളിലെ ആപ്പുകൾ എന്നൊക്കെ ഖുർആൻ ഓതുന്നതിന് ഇൻഷാ അല്ലാഹ് വിരോധമില്ല. അല്ലാഹു തആല എല്ലാ നന്മകളും വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷാബാനായോ? ബറാഅത്തിനെ സംബന്ധിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ടല്ലോ. ഷാബാനായോ? ഇല്ലല്ലോ, ആവണല്ലോ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അപ്പോഴേ പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. സുബഹി ബാങ്കിന്റെ തൊട്ട് മുമ്പ് നിർവഹിച്ചാൽ മതി. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്ത് നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റിയാൽ അത് തഹജ്ജുദായിട്ട് ഗണിക്കപ്പെടും. നിങ്ങൾ ഒരു രാത്രി ഒന്ന് ഒരൽപ്പം ഉറങ്ങൽ സുന്നത്താണ്. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നതിനാണ് തഹജ്ജുദിന്റെ കൂലി. ഇനി ഒരാൾ ഉറങ്ങാതെ തന്നെ രാത്രി മുഴുവൻ നിസ്കരിച്ചു, അയാൾക്ക് ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി അയാൾക്ക് കിട്ടുകയും ചെയ്യും. തഹജ്ജുദ് എന്ന് പറയുമ്പോൾ ഒരൽപ്പം എന്ത് ചെയ്യണം, ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുക. അത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ്, തൊട്ട് മുമ്പാണെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിന്റെ തഹജ്ജുദിന്റെ കൂലി ഇൻഷാ അല്ലാഹ് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനും ഇല്ലാത്തവർക്ക് തുടങ്ങാനും ഒക്കെ അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അയക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ജോലി നഷ്ടപ്പെട്ടവരും ജോലി അന്വേഷിക്കുന്നവരും, മക്കളുടെ പരീക്ഷ, നമ്മുടെ സുഹൃത്തിന് സൗദിയിൽ ജോലി ശരിയായിട്ടുണ്ട്, അവർക്ക് വേണ്ടി കരൾ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, കടബാധ്യത, ജ്യേഷ്ഠന് യോജിച്ച ജോലി ലഭിക്കാൻ, അസുഖം വന്ന് കിടപ്പിലായ മൂത്തമ്മക്ക് വേണ്ടി, രോഗശീൽ കിടക്കുന്ന പിതാവിന് വേണ്ടി, 3.5 വയസ്സായ കുട്ടിയുടെ അസുഖം ശിഫയാവാന്, സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടി, വീടിന്റെ വാർപ്പിൽ നിന്ന് വീണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവർക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈലക്സിൽ ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ഗുണകാംക്ഷകളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അഡ്മിന്മാരത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നവർ, അവർക്കൊക്കെ അള്ളാഹു എല്ലാ കൂലി നൽകട്ടെ. ഇനി അത് കഴിഞ്ഞ് പിറ്റേന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ കേൾക്കുന്നവരൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അള്ളാഹു എല്ലാ നന്മയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുറച്ച് മുമ്പ് നാട്ടിൽ മരണപ്പെട്ട ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച സഹോദരന് വേണ്ടി ആഴ്ചയും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ആലിക്കുട്ടി എന്നാണ്. ആലിക്കുട്ടി എന്നുള്ള നമ്മൾ അലി എന്ന് നമ്മൾക്ക് എപ്പോഴും ഈ പേര് നമ്മൾ മലയാളികളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് പറയാം. നമുക്ക് ഖുർആൻ ഓതാൻ അറിയുമല്ലോ. അപ്പൊ ഇനി അലി എന്നുള്ള പേരൊക്കെ എന്ത് പറയണം? അലി എന്ന് പറയണം. അബ്ദുള്ള എന്ന് പറയണ്ട. ഇനി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അത് അബ്ദുറഹ്മാൻ എന്ന് പറയാം. ഐനും ഹാ ഉള്ളത് ഹാവും ഒക്കെ. സെയ്ദ് ആണെങ്കിൽ സെയ്ദ്, സഅദ് ആണെങ്കിൽ സഅദ്. പേര് ഉസ്മാൻ എന്നതിന് ഉസ്മാൻ വിളിക്കരുത്, അത് ഉസ്മാൻ തന്നെ. ഉസ്മാൻ പേരുകൾ കറക്റ്റ് പറയാം. ഐനൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പറയാം. കാസർഗോഡൊക്കെ എത്തിയ അബ്ദുള്ള അന്തുച്ചയാവും. അബ്ദുറഹ്മാനൊക്കെ മാറുന്നു. അത് അബ്ദുറഹ്മാൻ അബ്ദുള്ള തന്നെ പറ്റുന്നിടത്തൊക്കെ അങ്ങനെ തന്നെ. ഇനി അന്തുച്ചാന്നല്ലാതെ വിളിച്ചാൽ മുമ്പ് വിളിയേക്കൂല എന്നുണ്ട്. അങ്ങനത്തെ ആളെ പിന്നെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. അല്ലാതെ അബ്ദുള്ള എന്ന് വിളിച്ചാൽ തിരക്കേടില്ല. പേര് നന്നാക്കി വിളിക്കണേ. ഐനൊക്കെ കറക്റ്റ് പറയണം എപ്പോഴും. ഹംസയാണ്, അത് അംസാക്കാക്കരുത്. അംസയല്ല, ഹംസയാണ്. ഹംസ
ഉമ്മറാക്കരുത്, ഉമറാണ്. അങ്ങനെ തന്നെ നമ്മൾ ശീലിച്ചു വരിക. ഞങ്ങൾക്ക് ദാറുൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദാണ് ഞങ്ങളത് പഠിപ്പിച്ചത്. ഉസ്താദ് എപ്പോ പേര് വിളിക്കുകയാണെങ്കിലും ഉസ്മാൻ, അങ്ങനെ വരും. നമുക്ക് ഉസ്മാൻ എന്നൊക്കെ പഠിച്ച് ശീലിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഉസ്മാൻ, അലി, അബ്ദുള്ള, മുഹമ്മദ് എന്നൊക്കെ ആ കൃത്യമായ അക്ഷരങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോഴാണ് ആ വാക്കും ശരിയാവുന്നത്. അതുകൊണ്ട് പേരുകൾ എപ്പോഴും എന്ത് ചെയ്യുക, അറബി പേരുകളൊക്കെ ആകുമ്പോൾ അതിന്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഹാവും ഐനൊക്കെ നമ്മൾ പറയണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ അലിയാണ് ഇപ്പൊ നമ്മൾ ആലിക്കുട്ടിയായി മാറുന്നത്. അത് കുഞ്ഞു അലി എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അലിക്കുഞ്ഞ് എന്നൊക്കെ ഉണ്ടല്ലോ, ആലിക്കുഞ്ഞാവും. അപ്പോ ഇൻഷാ അല്ലാഹ് പേര് ശ്രദ്ധിക്കണം. ഈമാൻ സലാമത്താവണി ദ്വാരക്കാൻ വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ സുഹൃത്ത് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് വിജയം നൽകുമാറാകട്ടെ. അനുജന്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി അവർക്ക് അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ഉമ്മ 2 പ്രാവശ്യം ബ്രെയിൻ ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അള്ളാഹു ഉമ്മാക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വർഷം അവസാനമാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മോനുണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് നല്ല പഠനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ കടത്തിലാണ്, ഒരു സംഖ്യ കടത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് കടം പൂട്ടി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഉമ്മാക്ക് വേണ്ടി ഉമ്മാക്ക് 2 വൃക്കയും തകരാറിലായിട്ട് ആസ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ഉമ്മാക്ക് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ബിസിനസ് തുടങ്ങി വളരെ വിഷമത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്തിനും സന്തോഷത്തിനുമാക്കി കൊടുക്കട്ടെ. ഉംറക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ. ഇന്നിവിടെ 3 ബസ്സിന് ഉംറക്ക് പോകുന്ന ആളുകൾ മഗ്‌രിബിന്റെ ശേഷം ഇവിടെ ഉണ്ടായിരുന്നു, ദുആ അവരുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ യാത്ര ഖൈറിലും സലാമത്തിലും ആക്കുമാറാകട്ടെ. 24-ാം തീയതി കേസുണ്ട്, വലിയ ഒരു സംഖ്യ കിട്ടാനുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ കേസിൽ വിജയം നൽകട്ടെ. 2 പ്രസവിച്ച 2 കുട്ടികളും മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഹോദരി ഗർഭിണിയാണ്. അല്ലാഹു തആല ആ സഹോദരിക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടുകൂടെ സുഖപ്രസവം നൽകി അല്ലാഹു നല്ല കുഞ്ഞിനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ സദസ്സിലുണ്ട് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. മക്കള് സ്വാലിഹായി തീരാനും അനുജന്റെ അസുഖം ശിഫയാവാൻ അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ. ഗർഭിണികൾക്ക് വേണ്ടി സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് അപേക്ഷകളുണ്ട്. അല്ലാഹുവർക്കൊക്കെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. വീടിന് കുറ്റിയടിക്കാൻ പോകുന്നവർക്കും വീട് പണി തുടങ്ങിയവർക്കും ഇല്ലാത്തവർക്കൊക്കെ വേണ്ടി ഇവിടെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു ഇല്ലാത്തവർക്ക് അത് തുടങ്ങാനും തുടങ്ങിയവർക്ക് അത് പൂർത്തിയാക്കാനും ഉള്ളവർക്ക് അതിലൊക്കെ ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈറായ ജോലി അല്ലാഹു നൽകട്ടെ. നാട്ടിൽ പോയി കുടുംബസമേതം ഉംറക്ക് പോകുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹു ഖൈറിലും സലാമത്തിലും നല്ല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അവർക്കൊക്കെ അല്ലാഹു നൽകട്ടെ. വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ 10:45 എല്ലാം വൈൻഡപ്പ് ചെയ്യണം. അതെ, 1,00,000 പ്രതിഫലം മക്കയിൽ ലഭിക്കും എന്നുള്ളത് ഏത് ബൗണ്ടറി വരെയാണ്? മസ്ജിദുൽ ഹറാമിൽ മാത്രമാണോ? അപ്പോ നമ്മുടെ ഹറമിന്റെ ഹറം എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മുടെ മക്കയുടെയും മദീനയുടെയും പള്ളികൾക്ക് ചുറ്റുമായി ഹറം എന്ന് പറയുന്ന ഹോളി സാങ്ച്വറി ഉണ്ട്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും 3 പള്ളികൾക്ക് വലിയ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയാം. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിനാണ് 1,00,000 നിസ്കാരത്തിന്റെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹറമിൽ 100കണക്കിന് 1000കണക്കിന് പള്ളികൾ ഉണ്ടാവും. ചിലപ്പോൾ ഹറമിന്റെ ബൗണ്ടറി എത്രയോ സ്ക്വയർ കിലോമീറ്റർ ആണ്. ആ പള്ളികൾക്കല്ല 1,00,000 സ്വലാത്തിന്റെ കൂലി എന്ന് പറയുന്നത്. അതെവിടെയാ? കഅബന്റെ തവാഫ് ഉണ്ടല്ലോ, മതാഫിന്റെ ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാം, ആ പള്ളിക്കാണ് 1,00,000 നിസ്കാരത്തിന്റെ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീനയിലെ മസ്ജിദുൻ നബവിക്കാണ് നബിതങ്ങളുടെ പള്ളിയും നബിതങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അവിടുത്തെ പരിശുദ്ധമായ ഖബറിനോട് ചേർന്ന് കിടക്കുന്ന ആ പരിശുദ്ധമായ പള്ളിക്കാണ് 1000 നിസ്കാരത്തിന്റെ കൂലി എന്ന് പറയുന്നത്. മസ്ജിദുൻ നബവിയും അതിന്റെ ഹറം ബൗണ്ടറി അങ്ങ് മദീന ചുറ്റുമ്പോൾ മനസ്സിലാവും. മദീനയിലെ ഹറമിന്റെ ബൗണ്ടറി, അതിന്റെ ഉള്ളിലൊക്കെ 100കണക്കിന് പള്ളികളുണ്ട്. പക്ഷെ ഈ 1000 നിസ്കാരത്തിന്റെ പുണ്യം എവിടെയാണുള്ളത്? നബിതങ്ങളുടെ പള്ളിയിലാണ്. 1,00,000ത്തിന്റെ കൂലി എവിടെയാണുള്ളത്? നമ്മുടെ മസ്ജിദുൽ ഹറാമിലാണ് ഉള്ളത്. നമ്മൾ ചിലപ്പോൾ റോട്ടിൽ നിന്ന് നിസ്കരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പള്ളി നിസ്കരിക്കും. ഹറമിലെ പള്ളിക്ക് കൂലിയുണ്ട്, പക്ഷേ 1,00,000ത്തിന്റെ കൂലി എവിടെയുള്ളൂ? കഅബക്ക് ചുറ്റുമുള്ള ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോഴേ ഉള്ളൂ. ചിലരൊക്കെ അത് തിരിച്ചു മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കുകയോ മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചു മനസ്സിലാക്കുക. മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിക്കുമ്പോഴാണ് ആ 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുള്ളത്. ആ മസ്ജിദുൽ ഹറാമിലുള്ള ജമാഅത്ത് നീണ്ട് സ്വഫ് കെട്ടി ജിദ്ദ വരെ എത്തിയാലും കിട്ടും ആ 1,00,000ത്തിന്റെ കൂലി. പക്ഷേ മസ്ജിദുൽ ഹറാമിന്റെ ജമാഅത്ത് അല്ലാതെ മറ്റു ഹറമിന്റെ ബൗണ്ടറി തന്നെ വേറെയും പള്ളികളുണ്ട്. അതിന് 1,00,000ത്തിന്റെ കൂലി പറഞ്ഞിട്ടില്ല. അതാർക്കുള്ളൂ?
കഅബക്ക് ചുറ്റുമുള്ള ആ പള്ളിക്കേ ഉള്ളൂ. മദീനയിലെ പള്ളിക്ക് മസ്ജിദുൽ അഖ്സാക്കുണ്ട് 100 നിസ്കാരത്തിന്റെ കൂലി ഒരു നിസ്കാരത്തിന്. ജെറൂസലേമിൽ ഒരുപാട് വേറെയും പള്ളികളുണ്ട്, പക്ഷേ മസ്ജിദുൽ അഖ്സാക്കാണ് അത് കിട്ടുള്ളൂ എന്നതുപോലെ. അപ്പൊ ആ കാര്യങ്ങൾ തിരുത്തി മനസ്സിലാക്കണം. ഉംറക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ അങ്ങനെ കുറച്ച് നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നൗഷാദ് ബാക്കവിസ്താദിന്റെ പരിപാടി എന്താ ഇവിടെ നോട്ടീസ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഒറ്റ മിനിറ്റ്. അതുകൂടെ സൈകത ഭൂമിയിൽ കാരുണ്യ സ്പർശം എന്ന് പറഞ്ഞിട്ട് ആത്മീയ പ്രഭാഷണത്തിന്റെ ദശവാർഷികാഘോഷം ദുബായ് അബുദാബി മാടായി KMCC വിചാരദീപ്തി. എന്തൊരു ചുരുക്കുള്ള വാക്കുകളാണല്ലോ റബ്ബ് ഇതൊക്കെ അല്ലേ. നല്ല മലയാളം കിട്ടുക എന്ന് പറഞ്ഞതൊരു ഭാഗ്യം തന്നെയാണ് അല്ലെ. വിചാരദീപ്തി സൈകത ഭൂമിയിൽ. സൈകത ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഈ മണലുള്ള ഭൂമി എന്നല്ലേ അർത്ഥമുള്ളൂ. മരുഭൂമിക്കല്ലേ സൈകത ഭൂമി എന്ന് പറയാ. കാരുണ്യ സ്പർശം. അപ്പോ മാർച്ച് 26, 27 തീയതികളിൽ 7 മണിക്ക് 2 ദിവസത്തെ പ്രഭാഷണം ഉസ്താദ് നൗഷാദ് ബാഖവി അവറുകൾ ഇവിടെ നിർവഹിക്കുന്നുണ്ട്. എല്ലാവരും വിഷയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാസം മാർച്ചല്ലേ, മാർച്ച് 26 എന്ന് പറഞ്ഞാല് വ്യാഴം വെള്ളിയോ അല്ലെ, വ്യാഴം വെള്ളി, ഈ വരുന്ന വ്യാഴം വെള്ളി അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സുഹൃത്തുവിടെ കുറച്ച് ഈ നല്ല ഖുർആാനിന്റെയും ഖുർആാനും അതുപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ മൃഗങ്ങളുടെ തോൽ, നമ്മുടെ കന്നുകാലി മൃഗങ്ങളുടെ തോലാന്ന് തോന്നുന്നു അല്ല, വളരെ മനോഹരമായിട്ട് ബിസ്മില്ലാഹി മാഷാ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ ആയത്തുൽ കുർസിയും അള്ളാഹുവിന്റെ ഇസ്മും ഒക്കെ ഉള്ള ഒരുപാട് ഒരു കെട്ടോളം സംഭവം ഉണ്ട്. അത് ഫ്രീ ആയിട്ട് തരാൻ ആഗ്രഹം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുത്തത് സ്വീകരിച്ചാൽ, 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. വളരെ മനോഹരമായിട്ട് ആയത്തെക്കുറിച്ചൊക്കെ ശരിക്കും ഒറിജിനൽ അനിമൽ സ്കില്ലാണ്. ഒറിജിനൽ അനിമൽ സ്കില്ലല്ല, വൃത്തിയുള്ളത് ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാനോ ഒക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സംഭാവന കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് എടുക്കാമെന്ന ഉദ്ദേശത്തിലാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ നൗഫൽ നിങ്ങളുടെ അടുത്ത് എവിടെയാണുള്ളത്? ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്ര ആൾക്കാരുണ്ടാകും? 10 ആക്കുള്ളൂ. 50 ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് 2 ആഴ്ച മുമ്പ് ദുആ ചെയ്തതിന്റെ ഫലമായി അല്ലാഹുവിന്റെ പറഞ്ഞില്ല, കല്യാണം ശരിയായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മള് പിരിയാണ്. അബുദാബി വയനാട് ജില്ല മാസാന്തം സംഘടിപ്പിക്കുന്ന ദിക്ർ ഹൽഖയും മജ്ലിസും ഉണ്ട്. ഇവിടെ ദുആ മജ്ലിസ് ഉണ്ട് 26 വ്യാഴാഴ്ച 7 മണിക്ക്. അന്നല്ല മാഷാ പാകിസ്ഥാന്റെ വേദം ഉള്ളത്. ഇൻഷാ അല്ലാഹ് മുകളിലേക്ക് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ മുസഫ ബസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ അതിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു അവർക്ക് എല്ലാം ഖൈർ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹു നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങൾ ഞങ്ങളിൽ ഇല്ലാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു